So dear engineering aspirants, എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എല്ലാവരും സുരക്ഷിതരാണെന്ന് വിശ്വസിക്കുന്നു. ഇന്നു മുതൽ ഇനി വരുന്ന 12 ദിവസത്തേക്ക് കേരളത്തിലെ കീം എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഫിസിക്സ് ടിപ്സുമായിട്ട് ഞാൻ സാംസൺ എസ് കഴിഞ്ഞ 20 വർഷമായി മെഡിക്കൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളെ പരിശീലിപ്പിച്ച എക്സ്പീരിയൻസുമായി proud to say a mentor of Kerala first rank Keam candidate. ഇന്നത്തെ ഈ ക്ലാസ് മുതൽ ആഗ്രഹിക്കുന്നത് മിനിമം സമയം കൊണ്ട് ഇനിയുള്ള ദിവസം ഏറ്റവും മികച്ച റാങ്കിലേക്ക് എത്താൻ നമ്മൾ ചെയ്യേണ്ട, ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഓരോ ദിവസവും 2 മുതൽ 3 ചാപ്റ്റേഴ്സ് വരെ കൃത്യതയോടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ അനാലിസിസോടുകൂടി ഓരോ ചാപ്റ്ററിലെയും ഏറ്റവും പ്രധാനപ്പെട്ട ആവർത്തിക്കുന്ന കോൺസെപ്റ്റ്സ് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ തരികയാണ്. അതിൽ ശ്രദ്ധ വെക്കുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും മികച്ച റാങ്കിലേക്ക് എത്തുവാൻ, ടഫാണ് ഫിസിക്സ് എന്ന് പറയുമ്പോഴും അത് പോസിറ്റീവ് ആകുവാൻ നിങ്ങളെ കൊണ്ട് കഴിയും. സോ അഗൈൻ വെൽക്കം ടു SS ഫിസിക്സ് ക്ലാസ്. സോ ഫസ്റ്റ് ഡേയില് വളരെ പ്രധാനപ്പെട്ട 3 ചാപ്റ്റേഴ്സ് ആണ് ഡിസ്കഷന് വേണ്ടി നിങ്ങളുടെ മുന്നിൽ. യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ്, മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ ആൻഡ് 2-dimensional മോഷൻ. ഈ 3 ചാപ്റ്ററും കീം എൻട്രൻസിന് ഏറ്റവും പ്രധാനപ്പെട്ട 3 ചാപ്റ്റേഴ്സ് ആണ്. അതിൽ ആദ്യമായിട്ട് നമുക്ക് യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സിലെ ഒരു അനാലിസിസ് നമ്മൾ നടത്തിയാൽ 2016 മുതൽ 2020 വരെ ചോദിച്ച ആ ചാപ്റ്ററിലെ കോൺസെൻട്രേഷൻ ആണ് ഇവിടെ വ്യക്തതയോടെ പിക്ചറൈസ് ചെയ്തിരിക്കുക. നോക്കൂ, 2016 3 questions from this chapter, 2017 3, 18 3, 19 2, 23. So we can predict 21. മിനിമം നമ്മുടെ മുന്നിലെ 3 ക്വസ്റ്റ്യൻസ് ഉറപ്പിക്കുന്ന ഒരു ചാപ്റ്റർ ആണ് യൂണിറ്റ്സ്, ഡയമെൻഷൻസ് ആൻഡ് മെഷർമെന്റ്സ്. ഓർക്കണം, നമ്മുടെ +1 +2 ഫിസിക്സ് ഡീൽ ചെയ്യുമ്പോൾ 2 തരത്തിലുള്ള ചാപ്റ്റേഴ്സ് നിങ്ങളുടെ മുന്നിൽ വരും. റിയലി സ്കോറബിൾ ആയിട്ടുള്ളതും ടഫായിട്ടുള്ളതുമായ ടോപ്പിക്കുകൾ. അതിലെ സ്കോറബിൾ ആയിട്ടുള്ള ഏറ്റവും ലളിതമായ രൂപത്തിൽ 3 ക്വസ്റ്റ്യനിൽ ഒരെണ്ണം മാത്രമേ സാധാരണ ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാറുള്ളൂ. സോ നമുക്കൊരു 3 ക്വസ്റ്റ്യൻ ഉറപ്പിക്കാൻ പറ്റുന്ന ചാപ്റ്റർ ആണ് ഫസ്റ്റ്. അതിലെ നോക്കൂ, ഫിസിക്കൽ വേൾഡ് എന്ന് പറഞ്ഞ് ആദ്യത്തെ ഒരു ചാപ്റ്ററിൽ നിന്ന് ഒരു റെയർ ആയിട്ട് ഒരു 10 years കൂടുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ വരാറുണ്ട്. അത് കഴിവതും ഇന്നോവേഷൻസ് ബേസ് ചെയ്തിട്ടാണ്. ഇന്ന ഒരു പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ഇന്നത് കണ്ടുപിടിച്ചത് ആര് എന്നുള്ള ഒരു ചോദ്യമായിട്ടാണ്. കൂടുതലും ഈ ചാപ്റ്ററിൽ തന്നെയാണ് കോൺസെൻട്രേഷൻ. അങ്ങനെയാണെങ്കിൽ ഈ ചാപ്റ്ററിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകൾ നിങ്ങളുടെ മുന്നിൽ 4 ആസ്പെക്ട്സുകൾ പറഞ്ഞു തരികയാണ്. കഴിഞ്ഞ ഒരു 10 വർഷത്തെ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രാവശ്യം ആവർത്തിച്ച 4 പ്രധാനപ്പെട്ട കോൺസെപ്റ്റ്സുകൾ. നിങ്ങളുടെ കയ്യിൽ പേപ്പറും പേനയൊക്കെ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഞാൻ കുറച്ചധികം ക്വസ്റ്റ്യൻസ് ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ട്. പക്ഷെ ആ ക്വസ്റ്റ്യൻസ് ചെയ്യുകയും അതേപടി ആൻസേഴ്സ് പറയാനും നിങ്ങൾ ശ്രമിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് അതിന്റെ പ്രയോജനം ഉണ്ടാവും. അതോടൊപ്പം ഈ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സുകൾ ഒന്ന് എഴുതി വെച്ചോണേ. മസ്റ്റ് ആയിട്ട് നിങ്ങൾ നോക്കണം. അതിൽ നിന്ന് നിങ്ങളുടെ ഓഗസ്റ്റ് 5 എക്സാമിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ പോയിന്റുകളായിരിക്കും, നോ ഡൗട്ട് അറ്റ് ഓൾ. സോ ദ ഫസ്റ്റ് നിങ്ങളുടെ മനസ്സിൽ വരേണ്ട ഒരു കോൺസെപ്റ്റ് ആണ് പാരലാക്സ് മെത്തേഡ്. The second one, the dimensions of physical quantities. The third one, the least count of some special instruments. And the fourth one, the error relations. കുഞ്ഞുങ്ങളെ ഓർക്കുക, ഈ 4 കാര്യങ്ങളും ഈ കഴിഞ്ഞ ഒരു 10 വർഷത്തെ ക്വസ്റ്റ്യൻസ്
നോക്കിയാൽ അതിൽ ഏറ്റവും കൂടുതൽ ആവർത്തിച്ചിരിക്കുന്ന ആസ്പെക്ട്സ് എന്ന് പറയുന്നത് you can among the four you can give the rank 1 for the dimensions of the physical quantities and the rank 2 for error relations and the rank 3 for the parallax method, the rank 4 here. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ആസ്പെക്ട്. അപ്പൊ നമുക്ക് ഈ നാലുമായിട്ടും ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് മൂവ് ചെയ്യാം. റിയലി ഹെൽപ്ഫുൾ ഫോർ യു. സോ വളരെ ആക്റ്റീവോടെ നിങ്ങളെ ഇനിയുള്ള സമയം വളരെ വ്യക്തമായിട്ട് നിങ്ങളുടെ എനർജി കൊടുത്താൽ ഏറ്റവും മികച്ച കോളേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ 177 കോളേജുകളാണ് നിങ്ങളെ കാത്തിരിക്കുക. അതിൽ 97% പ്ലേസ്മെന്റ് ഉള്ള കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രം തുടങ്ങി 10% താഴെ പ്ലേസ്മെന്റ് ഉള്ള സെൽഫ് ഫിനാൻസിങ് കോളേജ് വരെ ഇതിലേത് എത്തപ്പെടണമെന്ന് തീരുമാനിക്കുന്നത് നിങ്ങളാണ്. നിങ്ങളുടെ ഇനി നാളുകളിലുള്ള അത്യധ്വാനം തന്നെയാണ്, അത് തന്നെയാണ് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. So if you give the best in the coming days, then you can score the maximum, no doubt at all. So we can go with the questions. And questions നിങ്ങൾ എഴുതിയെടുക്കുവാനുള്ള സമയം ചെയ്യേണ്ട, അത് ഈ ചാനലിൽ അവൈലബിൾ തന്നെയായിരിക്കും. So you have to do this one by one. So the first question, നോക്കൂ, നമ്മുടെ പാരലാക്സ് മെത്തേഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. So here the sun's angular diameter is measured to be 1920 seconds. The distance d of the sun from the earth is 1.496 into 10 to the power of 11 meter. What is the diameter of the sun? ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ നമുക്ക് പാരലാക്സ് മെത്തേഡ് എന്ന് പറയുന്നത് വളരെ അകലെയുള്ള അല്ലെങ്കിൽ ഒത്തിരി സെപ്പറേഷൻസ്, ഡിസ്റ്റൻസ് ഒക്കെ അളക്കാൻ ഉപയോഗിക്കുന്ന അസ്ട്രോണമിക്കൽ ഓബ്ജക്ട്സ് തമ്മിലുള്ള അകലങ്ങൾ അറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് നമ്മുടെ പാരലാക്സ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പൊ അതെന്താണെന്ന് ആദ്യം പഠിക്കണം. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട്സ് ആണ്. സി ദ ഫസ്റ്റ് വെരി ഇമ്പോർട്ടന്റ് വൺ. നോക്കൂ, ഇപ്പൊ ഇവിടെ ഡയമീറ്ററിനെ കുറിച്ചൊക്കെയാ പറയുന്നത് അല്ലെ. അവിടെ ഉപയോഗിക്കുന്ന ഒരു ആസ്പെക്ട് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോളൂ. നോക്കൂ, ഇപ്പൊ നമുക്ക് ഒരു സണ്ണ് നമ്മുടെ മനസ്സിലേക്ക് വരട്ടെ. സൺ, അതിന്റെ diameter, say I am representing this one d, and that the sun is observed from earth from a particular point, and see the case അവിടെ ആ ഡയമീറ്റർ സെൻട്രുമായിട്ട് മേക്ക് ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ആംഗിൾ, that is what is called the angular diameter. This is the angular diameter. I am representing that theta. So that is angular diameter. അപ്പോൾ ഡയമീറ്റർ എന്ന് പറയുമ്പോഴും അത് ഒരു പെർട്ടിക്കുലർ പോയിന്റുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളിനെയാണ് ആംഗുലർ ഡയമീറ്റർ എന്ന് പറയുന്നത്. സോ സെപ്പറേഷനെ നമുക്ക് ഇവിടെ ക്യാപിറ്റൽ ഡി എന്നാണ് നമുക്ക് തന്നിരിക്കുക. സോ അവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്, ലുക്ക്, സീ ദ ഗൈസ്, സീ സിമ്പിൾ ആയിട്ട് ആംഗിൾ ഈസ് ഈക്വൽ ടു വാട്ട്? Angle is equal to simple height. Come on, say everybody. Try to do it. What is angle? Angle is equal to arc by radius. We can say as a small d division by the capital D. Simply. Appo namukku ivide kandupidikendathu what is the diameter of the sun? So that is small d. Take the value as is equal to that angle into capital D. So angle into capital D. ഇവിടെ ക്യാപിറ്റൽ ഡി നമുക്ക് മനോഹരമായിട്ട് തന്നിട്ടുണ്ട്. 1.496 into 10 to the power of 11 meter. ഇനി നമ്മൾ ആംഗിൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. പക്ഷെ ഈ ആംഗിൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴേ ഒന്ന് ശ്രദ്ധിക്കണം, നമ്മുടെ ഫിസിക്സിന് ഇഷ്ടം എന്ന് പറയുന്നത് എപ്പോഴും SI യൂണിറ്റ് ആണേ. ഈ SI യൂണിറ്റ് എന്ന് പറയുന്നത് ശ്രദ്ധിച്ചോണേ, അതെപ്പോഴും റേഡിയനിലായിരിക്കണം. അപ്പൊ ഇവിടെ ആംഗിളുകൾ സാധാരണ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഡിഗ്രി ആകാം, സെക്കൻഡ് ആകാം, മിനിറ്റ് ആകാം, സെക്കൻഡ് ആകാം. സോ വി മസ്റ്റ് കൺവേർട്ടഡ് ഇൻ റേഡിയൻ. ഇറ്റ് ഈസ് ദ വെരി ഇമ്പോർട്ടന്റ്. സോ ആംഗിൾ ഓഫ് റേഡിയനും നമ്മുടെ ഈ പറഞ്ഞ ഡിഗ്രിയും തമ്മിലുള്ള കണക്ഷൻ എപ്പോഴും ഓർത്തിരിക്കണം. അതാണ് ഈ ക്വസ്റ്റ്യനിലെ പ്രത്യേകത. NCERT ടെക്സ്റ്റ് ബുക്കിലെ പാരലാക്സ് മെത്തേഡുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട സോൾവ്ഡ് എക്സാമ്പിൾ ആണ് ദിസ് വൺ. We can write a question. See
അവിടെ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു പ്രധാനപ്പെട്ട കൺസെപ്റ്റ് ആണ് 2π റേഡിയൻ എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു 360 ഡിഗ്രി. സോ അവിടെ വളരെ ഈസിയോടെ നമുക്ക് പറയാം that 1 degree take the value as 2π by 360. That is equal to pi division by 180. അതങ്ങോട്ട് സോൾവ് ചെയ്താലേ 1 ഡിഗ്രിയെ നമുക്ക് റേഡിയൻ ആയിട്ട് നമുക്ക് പെട്ടെന്ന് കൺവേർട്ട് ചെയ്യാം. So that is equal to 1.745 into 10 to the power of -2. That much rad. That is very, very important one. Write it down, please. It is very important. പക്ഷെ നമ്മുടെ ഇവിടെ തന്നിരിക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് സെക്കൻഡ് ആണ്, ആയിട്ടില്ല. അപ്പൊ അവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ട് that each degree can be equally divided into 60. That means there we can say the very important concept as 1 degree is equal to 60 minutes. അത് ബേസ് ചെയ്തിട്ട് നമുക്ക് 1 മിനിറ്റിനുള്ള വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചാൽ it is equal to 1 degree by 60. We can convert. We already converted it. അല്ലേ? 1 degree equal to. അപ്പൊ 1 മിനിറ്റിന്റെ വാല്യൂ എങ്ങനെയായിരിക്കും? ഇതിനെ by 60 എടുത്താൽ പോരെ? We get the value as 2.91 into 10 to the power of -4 rad. The another very important one. ഇത് നമ്മുടെ ആൻസറിലേക്ക് അടുക്കുകയാണ്. വീണ്ടും നമുക്കറിയാം 1 മിനിറ്റ് എന്ന് പറയുന്നത് എത്ര സെക്കൻഡ് ആയിട്ട് നമ്മൾ മാറ്റി? Yes, 60 seconds. And 1 second take the value as is equal to 1 minute division by 60. That is equal to 1 minute by 60. Take the value as is equal to 4.84 into 10 to the power of -6. That much rad. It is the very important one. അപ്പൊ നിങ്ങളുടെ മനസ്സിൽ വരേണ്ട നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യനിലെ ടിപ്പ് എന്ന് പറയുന്നത് ഈ കൺവേർഷൻ. അങ്ങനെ വരുമ്പോഴേ നമുക്ക് തീറ്റ അങ്ങോട്ട് കൺവേർട്ട് ചെയ്യാം. സോ തീറ്റ എന്ന് പറയുന്നത് 1920 മിനിറ്റ് ആണ്. ആ 1 മിനിറ്റ് എന്ന് പറയുന്നത് നമ്മളിപ്പം കണ്ടുപിടിച്ച് വെച്ചേക്കാം. വാട്ട് ഈസ് ദാറ്റ്? The 4.84 into 10 to the power of -6 into that diameter is nothing but equal to 1900 and see the diameter is 1.496 into 10 to the power of 11. Solve ചെയ്തേ, പെട്ടെന്ന് ഉത്തരം പറഞ്ഞേ. Come on, quick. Come on. പെട്ടെന്ന് ആൻസർ പറഞ്ഞേ. Yes, come on. Very good. 1.39 into 10 to the power of 9 meter. Yes, very good. ഇതാണ് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മെത്തേഡ് എന്ന് പറയുന്നത്. സോ ഇതാണ് നമുക്ക് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ആസ്പെക്ട്. Is it clear? Can I move to the next one? അപ്പൊ നമ്മുടെ രണ്ടാമത്തെ വളരെ പ്രധാനപ്പെട്ട ആസ്പെക്ട് എന്ന് പറയുന്നത് see the question number 2. The dimensions of Planck's constant are. വളരെ പ്രധാനപ്പെട്ട ഒരു ആസ്പെക്ട് ആണ്. ഈ ഡൈമെൻഷൻ അനാലിസിസ് വരുമ്പോൾ നമുക്കറിയാം ഡൈമെൻഷൻസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ള കാര്യം. അത് ബേസ് ചെയ്തിട്ട് വരാൻ സാധ്യതയുള്ള ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ദിസ്. അതല്ലാതെ തന്നെ രണ്ടാമത്തെ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഓർമ്മയിരിക്കുക, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കൺവേർഷൻ ഓഫ് one system of units into another. വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റ് ആണ്. മൂന്നാമത് എന്ന് പറയുന്നത് ഇതേ ആസ്പെക്ട്സിലെ നമുക്ക് ഒരു ഡെറിവേഷൻ കൺസെപ്റ്റ് ബേസ് ചെയ്തിട്ട് how we can express one physical quantity in terms of other.
ഇത് വളരെ പ്രധാനപ്പെട്ട ആസ്പെക്ട്സ് ആണ്. അതിന്റെ തിയറികൾ നിങ്ങൾ നന്നായിട്ട് പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതില് നമ്മുടെ രണ്ടാമത്തെ പോയിന്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു റിലേഷൻ ഒന്ന് ഓർമ്മയിരിക്കട്ടെ. സപ്പോസ് we need to convert same the 10 joule in terms of erg. So we can easily represent it as in the form of n1u1 that is equal to n2u2. We need to find what is the value for n2. You can use this very important relation as n1 into m1 by m2 the whole to the power of a, l1 by l2 the whole to the power of b, t1 by t2 the whole to the power of c. അതിൽ ഓർക്കുക, നമ്മുടെ m1 l1 t1 1 എന്ന് പറയുന്നത് നമുക്കറിയാവുന്ന ഇവിടുത്തെ ആദ്യത്തെ സിസ്റ്റം എന്ന് പറയുമ്പോൾ we can quote it as the non system എന്ന് നമുക്ക് പറയാം. അതേ സ്ഥാനത്ത് keep in mind 2 എന്ന് പറയുന്നത് here ഏതിലേക്കാണോ നമ്മൾ കൺവേർട്ട് ചെയ്യേണ്ടത്. So we can say it is the unknown system എന്ന് നമുക്ക് വിളിക്കാം. Is it okay? Legible ആണല്ലോ കുഞ്ഞുങ്ങളെ? Good. അവിടെ ABC എന്ന് പറയുമ്പോൾ മറന്നു പോകണ്ട. അവിടെ ABC എന്ന് പറയുന്നത് സിംപ്ലി നമ്മുടെ ഡൈമെൻഷൻസ് ഓഫ് ദ ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ സാധാരണ ഏത് ഫിസിക്കൽ ക്വാണ്ടിറ്റിയും നമുക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. m to the power of a, l to the power of b, t to the power of c. അവിടെ ഇവിടത്തെ കൺസെപ്റ്റിൽ വരുമ്പോൾ എനർജിയാണ്. എനർജി എന്ന് പറയുമ്പോൾ നമുക്കറിയാമോ ml² t⁻⁻² അല്ലേ? Yes, it is important. Equal to m to the power of a, l to the power of b, t to the power of c. Yes, that is a very important one. അങ്ങനെ വരുമ്പോൾ നമുക്ക് a യുടെ വാല്യൂ എന്ന് പറയുന്നത് 1 ആകും, b യുടെ വാല്യൂ എന്ന് പറയുന്നത് 2 ആകും, c യുടെ വാല്യൂ -2. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമുക്കറിയാം 1 ജൂൾ എന്ന് പറയുമ്പോൾ 10 to the power of 7 എർഗ അല്ലേ? അപ്പൊ 10 ജൂൾ വരുമ്പോൾ 10 to the power of 8 എന്ന് നിങ്ങൾക്ക് കിട്ടും. അത് ഏത് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വന്നാലും ഒരു പേടിയും വേണ്ട. യു ക്യാൻ യൂസ് ദിസ് റിലേഷൻ. ഇനി ഈ ഹൗ വി ക്യാൻ എക്സ്പ്രസ് വൺ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഇൻ ടേംസ് ഓഫ് ദി അതർ. അവിടെ ഡെറിവേഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് ഉപയോഗിക്കുക. എന്ന് പറഞ്ഞാൽ സപ്പോസ് വി ഹാവ് ടു എക്സ്പ്രസ് ദ മാസ് ഇൻ ടേംസ് ഓഫ് സോ ആൻഡ് സോ. സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് അതിനെ സേ മാസ് ഈസ് പ്രൊപ്പോർഷണൽ ടു തന്നിരിക്കുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ പവർ ആയിട്ട് അങ്ങനെ റെപ്രസെന്റ് ചെയ്താൽ ഈസിയോടെ നമുക്ക് ഡെറൈവ് ചെയ്തെടുക്കാം. അപ്പൊ ഇത് ഡയമെൻഷൻസുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആസ്പെക്ട് ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വരാം. ഈ ഡയമെൻഷൻസ് ഓഫ് ദ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് എന്ന മാതിരി തന്നെ നമ്മുടെ കേരള എഞ്ചിനീയറിംഗിന്റെ എൻട്രൻസിന്റെ പഴയ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്താൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം അത് നിങ്ങൾ വർക്ക് ഔട്ട് ആക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ചോദിച്ചിരിക്കുന്നത് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ആണ്. 2 കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി ആണ്. റീസെന്റ്ലി ചോദിച്ചതാണ് ദി dimensions of mutual inductance, the dimension of magnetic field. ഇതൊക്കെ കഴിഞ്ഞ റീസെന്റ്ലി ഒക്കെ കൂടുതലും ചോദിച്ച ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആണ്. അപ്പൊ നമ്മൾ ഓരോ ചാപ്റ്ററും പഠിച്ചു പോകുമ്പോൾ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്വാണ്ടിറ്റികളുടെ ഡയമെൻഷൻസും കൂടെ പഠിച്ചു പോകാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പൊ അതിൽ നിന്ന് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ വെയിറ്റ് ചെയ്യാം. ഇതിലൊരു കഴിഞ്ഞ ഒരു 4 വർഷത്തെ ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ 3 കൊല്ലവും ഇതേപോലത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് കൃത്യതയോടെ. സോ നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് ചിന്തിക്കാം. നോക്കൂ, ഡയമെൻഷൻസ് ഓഫ് ദ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്. അത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ആദ്യം നമ്മുടെ മനസ്സിലെ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഫിസിക്കൽ റിലേഷൻ ആദ്യം വരട്ടെ. ആ ഫിസിക്കൽ റിലേഷൻ ഒന്ന് പെട്ടെന്ന് ചിന്തിച്ചേ. യെസ്, സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാം. എനർജി എന്ന് പറയുന്നത് h into nu അല്ലെ? എനർജി ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്. അവിടെ നമുക്കറിയാം x എന്ന് പറയുന്നതാണ് നമ്മുടെ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ആയിട്ട് പറയാം. സോ വി നീഡ് ടു ഫൈൻഡ് ദ ഡയമെൻഷൻ ഓഫ് h. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ദ എനർജി ഡയമെൻഷൻ ഡിവിഷൻ ബൈ ദ ഫ്രീക്വൻസി. നമ്മുടെ എക്സാമിലേക്ക് പോകുമ്പോൾ ഇതേപോലെ എല്ലാ സ്റ്റെപ്പും എഴുതേണ്ട കാര്യമില്ല കേട്ടോ.
അത് മനസ്സിൽ നിങ്ങൾക്ക് സ്റ്റെപ്സുകൾ ഉണ്ടാക്കാം, അത് എക്സിക്യൂട്ട് ചെയ്യാം. ആ ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റിൽ തന്നെ നിങ്ങൾക്ക് സഫീഷ്യന്റ് ആയിട്ടുള്ള സ്പേസ് ഉണ്ടാവും. അപ്പോഴ് ഏറ്റവും ഓർമ്മയിരിക്കട്ടെ, 1.25 മിനിറ്റ് മാത്രമേ ഒരു ക്വസ്റ്റ്യന് വേണ്ടി നമുക്കുള്ളൂ. അതുകൊണ്ട് തന്നെ അത്ര കണ്ട് ശ്രദ്ധയോടെ നമ്മൾ ചെയ്താൽ മാത്രമേ നമുക്ക് ഏറ്റവും നല്ല റാങ്കിലേക്ക് എത്തുവാൻ പറ്റൂ. ടൈം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ടൈം മാനേജ് തന്നെ പോകണം. അപ്പൊ അവിടെ ഏറ്റവും ക്യൂട്ടായിട്ടുള്ള ഇതേപോലത്തെ റിലേഷൻസ് വരുമ്പോൾ, അറിയാവുന്ന സ്റ്റെപ്പുകൾ വരുമ്പോൾ സ്കിപ്പ് ചെയ്യാനും. പക്ഷെ സാധാരണ എറർ വരുന്ന കുട്ടികളാണെങ്കിൽ അത് അരുത്, വളരെ കൃത്യതയോടെ. എനർജിയുടെ ഡയമെൻഷൻ നമ്മൾ കണ്ടതേ ഉള്ളൂ അല്ലെ. സോ വി ക്യാൻ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ദാറ്റ് വാല്യൂ. പെട്ടെന്ന് ഉത്തരത്തിലേക്ക് വരാനൊന്ന് ശ്രമിച്ചേ. Come on, come on. Which option is the correct one? Come on, try it. Yes, very good. Come on, come on. Very good, very good, very good. Frequency. ഫ്രീക്വൻസിയുടെ ഡയമെൻഷൻ നമുക്ക് പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് വന്നു അല്ലെ. എന്താണാവോ? The reciprocal of the time period. So the t raised to -1. So we can write that one here in the denominator. അപ്പൊ ഇവിടെ t raised to -1 ഉണ്ട്, നമ്മുടെ ന്യൂമറേറ്ററിൽ t raised to -2 ഉണ്ട്. ഓരോന്ന് വീതം നമുക്ക് ക്യാൻസൽ ചെയ്യാം. സോ നമ്മുടെ ആൻസർ എത്തിക്കഴിഞ്ഞു. ml² t raised to -1. നിങ്ങളൊക്കെ മിടുക്കറ കേട്ടോ, വളരെ പെട്ടെന്നാണ് നിങ്ങൾ ആൻസറിലേക്ക് എത്തിയത്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. സ്പെഷ്യൽ കൺഗ്രാറ്റ്സ്. അപ്പൊ ഇതേപോലെ നമുക്ക് സ്റ്റെപ്പ് വൈസ് ആയിട്ട് ഓരോ ക്വസ്റ്റ്യനിലും നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ നല്ല വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ പെട്ടെന്നാണ് ഈ ക്വസ്റ്റ്യൻസ് കാണുന്നത്, അതിൽ പ്രസൻസ് ഓഫ് മൈൻഡ് നിങ്ങൾക്ക് കൊടുക്കുവാൻ പറ്റുന്നു ഉണ്ടെങ്കിൽ തന്നെ യു ആർ ഓൺ ദ ട്രാക്ക്. അത് നന്നായിട്ട് ബിൽഡപ്പ് ചെയ്യുക ഇനിയുള്ള ദിവസങ്ങളിൽ വളരെ കൃത്യതയോടെ. സോ വി ക്യാൻ മൂവ് വിത്ത് ദ നെക്സ്റ്റ് വൺ. വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ്. ഇച്ചിരി ടഫാണ് നിങ്ങൾക്ക് എങ്കിലും പർപ്പസ്ഫുൾ ആയിട്ട് ഞാൻ ആ ക്വസ്റ്റ്യൻ എടുത്തതാണ്. റീസെന്റ്ലി ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ബേസ് ചെയ്തിട്ടാണ്. ദ ലീസ്റ്റ് കൗണ്ട് ഓഫ് ദ ഇൻസ്ട്രുമെന്റ്സ്. അതിന്റെ വേർഡ് മീനിങ് നമുക്കറിയാം അല്ലെ. ദ മിനിമം മെഷർമെന്റ് ഓഫ് അൻ ഇൻസ്ട്രുമെന്റ്, ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് ദാറ്റ് ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത്. അപ്പൊ സാധാരണ രൂപത്തിലുള്ള ലീസ്റ്റ് കൗണ്ടിനെ കുറിച്ച് നമുക്ക് കംഫർട്ട് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. അത് സിമ്പിൾ ആയിട്ട് നമുക്ക് സ്ക്രൂ ഗേജ് ഒക്കെ വരുമ്പോൾ അത് 0.01 മില്ലിമീറ്റർ ആണെന്നൊക്കെ നമ്മുടെ ലാബ് ബേസ് ചെയ്തിട്ട് അറിയാം. അപ്പൊ അതിന്റെ സ്ട്രക്ചറിനെ കുറിച്ച് ഞാൻ പോകുന്നില്ല, നിങ്ങളുടെ മനസ്സിലേക്ക് അറിയാം. അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം. എന്താണ് ലീസ്റ്റ് കൗണ്ട്? അത് സ്ക്രൂ ഗേജിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മനസ്സിൽ വരേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട റിലേഷൻ എന്ന് പറയുന്നത് pitch division by the number of head scale divisions or circular scale divisions. സാധാരണ രൂപത്തില് ഈ പിച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? മെയിൻ സ്കെയിൽ എന്നാണ് മീനിങ്. മെയിൻ സ്കെയിൽ എന്ന് പറഞ്ഞാൽ ഈ പിച്ച് സ്കെയിലിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുക. അതിൽ ഒരു പിച്ച് എന്താണ് എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് നത്തിങ് ബട്ട് ദിസ് വൺ, ഒരു മെയിൻ സ്കെയിൽ ഡിവിഷൻ എന്തെന്നാണ്. അത് സാധാരണ ആ പിച്ച് കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്യുന്നത്, പിച്ച് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഈ രണ്ട് ഗ്ലാസ്, ഈ സ്റ്റഡും ഈ സ്ക്രൂവും ഒരുമിച്ച് ചേർത്തിയതിനു ശേഷം നമ്മൾ അതിനെ ഒരു പ്രാവശ്യം പുറകോട്ട് റൊട്ടേറ്റ് ചെയ്യാം. അപ്പോൾ ഈ പിച്ചിന്റെ സ്കെയിലിൽ എന്തുമാത്രം മൂവ് ചെയ്തു എന്ന് നമ്മൾ കണ്ടുപിടിക്കും. അങ്ങനെ പിച്ച് എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ട് നിങ്ങൾ ലാബിലെല്ലാം എക്സാമിന് ഇതാ ഇപ്പൊ ഉപയോഗിച്ചതേ ഉള്ളൂ അല്ലെ. യെസ്, ദ ഡിസ്റ്റൻസ് മൂവ്ഡ് ഡിവിഷൻ ബൈ the number of rotations. ഇതാണ് നമ്മൾ സാധാരണ രൂപത്തിൽ ഉപയോഗിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഡിസ്റ്റൻസ് മൂവ്ഡ് എന്ന് പറയുന്നത് എന്താണ്? സാധാരണ അത് ഒരു റൊട്ടേഷനിൽ 1 മില്ലിമീറ്റർ എന്നുള്ള തരത്തിലായിരിക്കും. 1 മില്ലിമീറ്റർ ഡിവിഷൻ ബൈ ഒരു റൊട്ടേഷൻ, അല്ലെങ്കിൽ 2 മില്ലിമീറ്റർ ബൈ 2, വാട്ട് ഓർ മേ ബി. ക്വസ്റ്റ്യനിൽ ചിലതിലൊക്കെ വ്യത്യാസപ്പെടാം, അതിനനുസരിച്ച് നമ്മൾ കണ്ടുപിടിക്കാം. സോ ആ 1 മില്ലിമീറ്റർ ബൈ നമ്പർ ഓഫ് സർക്കുലർ സ്കെയിൽ ഡിവിഷൻസ്. സാധാരണ നമ്മുടെ ലാബിലെല്ലാം ഉപയോഗിക്കുന്നതിലെ 100 ഡിവിഷൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 0.01 മില്ലിമീറ്റർ. ഇതാണ് നമ്മുടെ സ്ക്രൂ ഗേജിന്റെ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു സ്റ്റെപ്പിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഈ സ്ക്രൂ ഗേജുമായിട്ട് ബന്ധപ്പെട്ട് ഹൗ വി ക്യാൻ മെഷർ. അപ്പൊ നമ്മൾ ഇതിനകത്ത് സപ്പോസ് നമ്മൾ ഓർക്കുകയാണ്, ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്പിയർ നമ്മൾ എടുത്തു വെച്ചു. ഇതിന്റെ ഡയമീറ്റർ നമ്മളോട് കണ്ടുപിടിക്കാൻ ആവശ്യപ്പെട്ടു. എങ്ങനെയാണ് അത് കണ്ടുപിടിക്കാൻ? അതിന്റെ റീഡിങ് എങ്ങനെയാണ് നമ്മൾ എടുക്കുക? സിമ്പിൾ ആയിട്ട് ഇത് മാത്രം ഒന്ന് ഓർമ്മയിരിക്കട്ടെ. മെയിൻ സ്കെയിൽ റീഡിങ് എത്രയാണ്?
ആ മെയിൻ സ്കെയിൽ റീഡിംഗ് എങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്? ലുക്ക് ഹിയർ, നമ്മുടെ ഇതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റഫറൻസ് ലൈൻ എന്ന് പറയുന്നത്. അത് നമ്മുടെ സർക്കുലർ സ്കെയിലുമായിട്ട് ഒരുമിച്ചിരിക്കുന്ന റീഡിംഗ് എത്രയാണെന്ന് നമ്മൾ എടുക്കുക. ദാ ഇവിടെ 5 കഴിഞ്ഞ് 6 കഴിഞ്ഞ് 7 കഴിഞ്ഞ്, അപ്പൊ 7 മില്ലിമീറ്റർ പ്ലസ് പ്ലസ്. അടുത്ത് ചെയ്യേണ്ടത് സർക്കുലർ സ്കെയിൽ ഡിവിഷൻ എന്താണ്? സർക്കുലർ സ്കെയിൽ ഡിവിഷൻ എന്ന് പറയുന്നത് ദാ ഈ റഫറൻസ് ലൈൻ കട്ട് ചെയ്യുന്ന സർക്കുലർ സ്കെയിലില് ഡിവിഷൻ ഏതാണ്? സർക്കുലർ സ്കെയിൽ ഡിവിഷൻ റീഡിംഗ് ഇൻടു ലീസ്റ്റ് കൗണ്ട്. ഇതാണ് നമ്മളുടെ ഒബ്സർവ്ഡ് ആയിട്ടുള്ള റീഡിംഗ് ഫോർ ദ ഡയമീറ്റർ. വളരെ പ്രധാനപ്പെട്ട ഇക്വേഷൻ ആണ്. നമുക്ക് അത് ബേസ് ചെയ്തിട്ട് പെട്ടെന്നൊരു ക്വസ്റ്റ്യൻ ചെയ്തിട്ട് വെർനിയറിലേക്ക് നമുക്ക് മൂവ് ചെയ്യാം. സോ ഐ ആം ടോക്കിംഗ് only the important concepts that asked in the previous question papers. അതിനെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എന്ത് ചോദിച്ചിരുന്നു, അത് നിങ്ങൾക്ക് എങ്ങനെ ഇനി ഹെൽപ്പ് ചെയ്യും, അതാണ് ഓർക്കുക. മൈ നെയിം സാംസൺ SS ഫിസിക്സ് ക്ലാസ്സസ് എന്ന ഓൺലൈൻ ക്ലാസ് നടത്തുന്ന ഒരു ഫിസിക്സ് അധ്യാപകനാണ്. കഴിഞ്ഞ 20 വർഷമായിട്ട് ഫിസിക്സ് പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ. ഞാൻ പഠിപ്പിച്ച വിദ്യാർത്ഥികൾക്ക് 1ാം റാങ്ക് 2 പ്രാവശ്യം, നീറ്റിന് 10th റാങ്ക് വരെ അങ്ങനെയുള്ള കുട്ടികളെ പഠിപ്പിച്ച ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. ഈ കോവിഡ് ടൈമിൽ നിങ്ങളിൽ ഇത് പല കുട്ടികൾക്കും പ്രയോജനകരമാകും എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരു ഉദ്യമത്തിന് മുതിർന്നത്. അതോടൊപ്പം പ്ലീസ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ please subscribe it, and also please share this information to your friends. Really helpful. നിങ്ങൾക്ക് ഒരു ഉറപ്പ് ഞാൻ പറയാം. In my channel there is a special videos, 100 important points of physics. 100 important points of physics. 100 വളരെ പ്രധാനപ്പെട്ട പോയിന്റുകൾ അത് കീം നീറ്റ് പരീക്ഷയ്ക്ക് വേണ്ടി മെനഞ്ഞിട്ടുണ്ട്. അത് കണ്ടോ? 72 ഫിസിക്സിലെ ക്വസ്റ്റ്യനിൽ I assure about one thing, 50 plus questions based on that 100 texts. No doubt at all. So, പറ്റുമെങ്കിൽ അത് ഒരു 3 to 4 മണിക്കൂർ ഉണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും. ജസ്റ്റ് 10 minutes ഉള്ള 5 minutes ഉള്ള ചെറിയ വീഡിയോസ് ആണ്. അത് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ assure about one thing, നിങ്ങൾക്ക് ആ ഏത് റിലേഷൻ ബേസ് ചെയ്തിട്ടാണ് അല്ലെങ്കിൽ ഏത് കോൺസെപ്റ്റ്സിലൂടെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ കമ്മിങ് കീം നീറ്റ് പരീക്ഷയ്ക്ക് വെയിറ്റ് ചെയ്യുന്നത് എന്ന് കാണാൻ പറ്റും. സോ ദാറ്റ് ഈസ് എ സ്പെഷ്യാലിറ്റി. സോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ഓർക്കണേ, സബ്സ്ക്രൈബ് ചെയ്യുക. അത് ഒത്തിരി കുട്ടികൾക്ക് അത് പ്രയോജനകരമാകട്ടെ. നോക്കൂ, ഒരു ക്വസ്റ്റ്യൻ. റീഡ് ദ നോർമൽ സ്ക്രൂ ഗേജ്. The main scale has only millimeter marks. In complete rotation, the screw advances by 1 millimeter. എന്ന് പറഞ്ഞാൽ എന്താ? അവിടെ തന്നെ നിങ്ങൾക്ക് അത് മനസ്സിലായി അല്ലേ? നമ്മുടെ പിച്ച് എന്ന് പറയുന്നതാണ് അല്ലേ? അല്ലെങ്കിൽ ഒരു മെയിൻ സ്കെയിൽ ഡിവിഷൻ എന്ന് പറയുന്നത് it is given as 1 mm. The circular scale has 100 divisions. അപ്പൊ നമ്മുടെ നമ്പർ ഓഫ് സർക്കുലർ സ്കെയിൽ ഡിവിഷൻസ് 100 എന്ന് പറയുമ്പോൾ തന്നെ കൃത്യമായിട്ട് നമ്മുടെ ഇൻഫർമേഷൻ കിട്ടി. എന്ത് കിട്ടി? ലീസ്റ്റ് കൗണ്ട് കിട്ടി. ലീസ്റ്റ് കൗണ്ട് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിച്ചത്? പിച്ച് ഡിവിഷൻ ബൈ നമ്പർ ഓഫ് സർക്കുലർ സ്കെയിൽ ഡിവിഷൻസ്. അപ്പൊ നമുക്ക് 1/100 ഇട്ട് 0.01 mm എന്നുള്ളത് ഉറപ്പിച്ചു കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഈ റീഡിംഗ് എങ്ങനെ മറന്നു പോകണ്ട? നമ്മുടെ ഫോർമുല എന്താണാവോ? ഫോർമുല പറഞ്ഞേ. The main scale reading plus circular scale reading into least count. So that is what is called our observed reading. നമ്മുടെ ഈ സ്കെയിലില് എന്നാ പെട്ടെന്നൊന്ന് കണ്ടുപിടിച്ച് ഉത്തരം പറഞ്ഞേ. Which choice is the answer? Come on, quick. Come on. പെട്ടെന്നാവട്ടെ. യെസ്. അപ്പൊ മെയിൻ സ്കെയിൽ റീഡിംഗ് എടുക്കുമ്പോഴേ സോ ഇറ്റ് ഈസ് ഗിവൻ ആസ് 10 ഇവിടെ അല്ലെ, 5 ഉണ്ട്, 10 ഉണ്ട്. സോ ദ നെക്സ്റ്റ് റീഡിംഗ് ആസ് 11 millimeter. ഗുഡ്.
11 millimeter plus the circular scale reading. നമ്മുടെ reference line വന്ന് cut ചെയ്യുന്നത്. What is that? It is exactly 65 and the least count as 0.01. So that is equal to 11 millimeter plus 0.65 millimeter. So that is equal to 11.65 mm. Is it okay? Very good, very good. Yes, you get the answer as A. You can, really. കാരണം സാധാരണ രൂപത്തിൽ നമുക്ക് ഒരു ലാബൊക്കെ ചെയ്ത വിദ്യാർത്ഥിയാണെങ്കിലും ഈ ഒരു ക്വസ്റ്റ്യൻ ഒക്കെ പെട്ടെന്ന് ഉത്തരം ചെയ്യാൻ അങ്ങോട്ട് കിട്ടാറില്ല. പക്ഷെ നിങ്ങൾ അത് കൃത്യതയോടെ ചെയ്തു. വെരി ഗുഡ്, വെരി ഗുഡ്, ഗുഡ് ഗുഡ് ഗുഡ്. കൊള്ളാം. സോ വി ക്യാൻ മൂവ് ടു ദ നെക്സ്റ്റ് വൺ. അപ്പൊ നമ്മള് സ്ക്രൂ ഗേജിനെ കുറിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട ആസ്പെക്റ്റുകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പൊ അങ്ങനെയാണെങ്കിൽ വെർനിയറുമായിട്ട് ചിന്തിച്ച് പെട്ടെന്ന് ഒരൊറ്റ പോയിന്റ് മാത്രം പറഞ്ഞേക്കാം. അവിടുത്തെ ലീസ്റ്റ് കൗണ്ട് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? സാധാരണ രൂപത്തില് അതിനെ വെർനിയർ കോൺസ്റ്റന്റ് എന്നൊരു ആസ്പെക്ട്സിലും പറയാറുണ്ട് കേട്ടോ. ലീസ്റ്റ് കൗണ്ടിനെ വെർനിയർ കോൺസ്റ്റന്റ് എന്നോ അല്ലെങ്കിൽ ലീസ്റ്റ് കൗണ്ട് എന്നോ എന്നാ പറയുന്നത്. എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ഒരു മെയിൻ സ്കെയിൽ ഡിവിഷൻ മൈനസ് 1 വെർനിയർ സ്കെയിൽ ഡിവിഷൻ. ഇതാണ് സാധാരണ രൂപത്തില് നിങ്ങളുടെ മനസ്സിൽ പെട്ടെന്ന് ഓർത്തിരിക്കേണ്ട ഒരു ഫോർമുല. 1 MSD മൈനസ് 1 VSD. എന്നിട്ട് നമുക്ക് ഒരു സാധാരണ ക്വസ്റ്റ്യൻ വരുമ്പോൾ അവിടെ ഒരു ഇൻഫർമേഷൻ കൃത്യതയോടെ തന്നിരിക്കും. ഇവിടത്തെ മെയിൻ സ്കെയിൽ റീഡിംഗ് എന്ന് പറയുന്നത് എക്സാക്ട്ലി നമ്മുടെ ഈ വെർനിയർ സ്കെയിലുമായിട്ട് ഏത് ഡിവിഷനിലാണ് ക്രോസ് ചെയ്യുന്നത്, കോയിൻസൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ MSDയുടെ രൂപത്തിലോ VSD രൂപത്തിലോ നമുക്ക് എഴുതാൻ പറ്റും. അത് ബേസ് ചെയ്തിട്ട് നമുക്ക് ഈസിലി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ സാധാരണ രൂപത്തില് നമുക്ക് മറ്റൊരു തരത്തിൽ പറഞ്ഞാല് ഒരു മെയിൻ സ്കെയിൽ ഡിവിഷൻ ബൈ നമ്പർ ഓഫ് വെർനിയർ സ്കെയിൽ ഡിവിഷൻ ആയിട്ടും നമുക്ക് പറയാൻ പറ്റും. അവിടെ ഒരു മെയിൻ സ്കെയിൽ എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതിന് മാതിരി തന്നെ 1 mm ആയിരിക്കും. പക്ഷെ വെർനിയർ സ്കെയിലിന്റെ എണ്ണം എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ട് സാധാരണ ഒരു വെർനിയർ കാലിപ്പറിലെ 10 ആയിരിക്കും. അൺലെസ് ഇറ്റ് ഈസ് സ്റ്റേറ്റ്. നമ്മുടെ ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ വ്യത്യാസമായിട്ടൊക്കെ പറയാൻ പറ്റും, എന്നാലും അത് ബേസ് ചെയ്തിട്ട്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ആസ് 0.1 mm ആയിട്ട് നമുക്ക് പറയാം. സോ ഇത് മറ്റൊരു ഫോർമുല, വെർനിയർ കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇത് ബേസ് ചെയ്തിട്ട് നേരത്തെ പറഞ്ഞ ഫോർമുല ഓർക്കണം. ഇവന്റെ സ്പിയറിന്റെ ഡയമീറ്റർ എങ്ങനെ കണ്ടുപിടിക്കാം? അവിടെയും നമ്മുടെ മെയിൻ സ്കെയിൽ റീഡിംഗ് എന്താണ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ 0 ഓഫ് ദ വെർനിയർ കട്ട് ചെയ്യപ്പെടുന്ന റീഡിംഗ് ഏതാണോ അത് പ്ലസ് നമ്മളിവിടെ കോയിൻസൈഡ് ചെയ്യുന്ന വെർനിയറിലെ പോയിന്റ് ഏതാണോ അപ്പൊ അവിടെ വെർനിയർ സ്കെയിൽ റീഡിംഗ് ഇൻറ്റു ലീസ്റ്റ് കൗണ്ട്. ഈ ഫോർമുല തന്നെയാണ് ഇവിടെയും നമ്മൾ ഉപയോഗിക്കുക. അവിടെ വെർനിയർ സ്കെയിലിന് പകരം സർക്കുലർ സ്കെയിൽ നമ്മൾ പറഞ്ഞു, ഇവിടെ നമ്മൾ വെർനിയർ സ്കെയിൽ നമ്മൾ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. നോക്കൂ, what is the side of the block inside the jaws of the vernier calipers? പെട്ടെന്ന് ഉത്തരം പറഞ്ഞേ. Come on, kid. നമുക്ക് ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുമ്പോഴേ മില്ലിമീറ്റർ മാർക്കാണ്. സോ സിമ്പിൾ ആയിട്ട് 1 mm ഡിവിഷൻ ബൈ 10 നമുക്ക് പറയേണ്ടി വരുന്നു. അപ്പൊ സ്വാഭാവികപരമായിട്ട് നമുക്ക് 0.1 mm ആയിരിക്കും. ഇനി അത് ബേസ് ചെയ്തിട്ട് സാധാരണ ഒരു വെർനിയർ എന്നുള്ള ഒരു ആസ്പെക്റ്റിൽ എടുത്താൽ മതി. നമുക്കറിയാം മെയിൻ സ്കെയിൽ റീഡിംഗ് പ്ലസ് നമ്മുടെ സർക്കുലർ സ്കെയിൽ റീഡിംഗ് ഇൻറ്റു സർക്കുലർ സ്കെയിലിന് പകരം നമുക്ക് വെർനിയർ സ്കെയിൽ റീഡിംഗ് ഇൻറ്റു ലീസ്റ്റ് കൗണ്ടാണ് നമുക്ക് വരിക. അപ്പൊ മെയിൻ സ്കെയിൽ റീഡിംഗ് എന്താണ് ഇവിടെ ഒന്ന് നോക്കി പെട്ടെന്ന് ചോയ്സ് പറഞ്ഞേ, ഉത്തരം പറഞ്ഞേ പെട്ടെന്ന്. സോ ഒരു ഡൗട്ട് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നമ്മുടെ ലാബ് ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് വരുമോ? വന്നിട്ടുണ്ട്. മേ ബി 2 years ബാക്ക് വെർനിയർ കാലിപ്പർ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. സോ അത് ഉറപ്പായിട്ടും വരും. ഒരു സ്പെഷ്യൽ കൺഗ്രാറ്റ്സ് തന്നിട്ടുണ്ട്. താങ്ക് യു ഫോർ 5,000 സബ്സ്ക്രൈബുകൾ ആയതിന് ഒരു കൺഗ്രാറ്റ്സ് ആണ്. താങ്ക് യു. അത് എൻ്റെ ഒരു ആഗ്രഹം ഇതാണ്. എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ അത് ഈ ഒരു കോവിഡ് സമയത്ത് പല കുട്ടികളിലേക്കും എത്തിക്കുക എന്നുള്ള ഒരു ഉദ്യമമാണ്. കഴിഞ്ഞ ലോക്ക്ഡൌണില് വെറുതെ ഉണ്ടായിരുന്ന സമയം അത് മനോഹരമായിട്ട് യൂസ് ചെയ്യാൻ ശ്രമിച്ചു.
അത് ഒരു വിജയമാണ്. അത് നിങ്ങളിലേക്ക് എത്തിക്കുന്നു അത്രമാത്രം. With God's grace and with the support of my family. So I am giving that information to you. So you can use it and exactly you will win for the coming entrance examination. Okay. അപ്പോൾ നമുക്ക് മെയിൻ സ്കെയിൽ റീഡിംഗ് എന്ന് പറയുന്നത് ഒരാൾ ഒരു ഡൗട്ട് കൂടെ ചോദിച്ചിട്ടുണ്ട്. നേരത്തെ നമ്മുടെ വെർണിയർ കോൺസ്റ്റന്റ് ഒരിക്കൽ കൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഐ വിൽ എക്സ്പ്ലെയിൻ വൺസ് അഗൈൻ. ഒരു സിമ്പിൾ ഫോർമുല മാത്രം നിങ്ങളുടെ മനസ്സിലേക്ക് ഇരിക്കുക. അതിനെ നമ്മുടെ വെർണിയർ കാലിപ്പറിലെ ലീസ്റ്റ് കൗണ്ട് എന്നോ അല്ലെങ്കിൽ വെർണിയർ കോൺസ്റ്റന്റ് എന്നോ ഒക്കെയാണ് അതിനെ പറയുന്നത്. സാധാരണ അതിന്റെ റിലേഷൻ എന്ന് പറയുന്നത് ഒരു മെയിൻ സ്കെയിൽ ഡിവിഷൻ മൈനസ് 1 വെർണിയർ സ്കെയിൽ ഡിവിഷൻ എന്നാണ് സാധാരണ നമ്മൾ പറയുന്ന ഒരു കൺസെപ്റ്റ്. ഇതെങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ള ഒരു മെത്തേഡാണ് ഞാൻ പറഞ്ഞത്. സാധാരണ ക്വസ്റ്റ്യനിൽ വരുമ്പോൾ ആ ലീസ്റ്റ് കൗണ്ട് എക്സാക്ട്ലി കണ്ടുപിടിക്കാൻ വേണ്ടി ഇങ്ങനെ പറയും: എന്ത് റീഡിംഗ് ഓൺ മെയിൻ സ്കെയിൽ coincides with the nth reading of vernier. എന്ന് പറയുന്ന സാധാരണ ഇത് തമ്മിൽ ഒന്നിന്റെ വ്യത്യാസമാണ് സാധാരണ സംഭവിക്കാറുള്ളത്. ഇതിപ്പോ 20 ആണെങ്കിൽ ഇത് 21, ആ ഒരു തരത്തിലുള്ള വ്യത്യാസമായി എന്ന് പറയുമ്പോൾ നമുക്ക് എഴുതാൻ പറ്റുന്നത് MMSD എന്ന് പറയുന്നത് NVSD എന്ന് നമുക്ക് പറയാം. അങ്ങനെ വരുമ്പോഴുള്ള പ്രയോജനം എന്ന് പറയുന്നത് we can substitute for 1 VSD. 1 VSD is what? M by N MSD. That is the very important one. So അത് നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. മേളില് എങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുക? So that is equal to 1 MSD minus 1 VSD എന്ന് പറയുന്നത് M by N times of MSD. അപ്പൊ നമുക്ക് അവിടെ എന്ത് ചെയ്യാം? ഒരു MSD എന്ന് പറയുന്നത് കോമൺ ആയിട്ട് എടുത്താൽ 1 minus M by N. അവിടെ നമുക്ക് കിട്ടുന്ന വാല്യൂസ് തന്നിരിക്കുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാക്ട് ആയിട്ട് നമുക്ക് വെർണിയർ കോൺസ്റ്റന്റിലേക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ അത് നിങ്ങളുടെ ലാബ് മാനുവൽ എടുത്ത് ഈ 3 കാര്യങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചേക്കുക. NCERT ബേസ് ചെയ്ത് പറയുമ്പോൾ നമ്മുടെ സ്ക്രൂ ഗേജ്, വെർണിയർ ആൻഡ് സ്പിയറോമീറ്റർ അത് എങ്ങനെ ഡീൽ ചെയ്യുന്നു എന്നുള്ളത് മാത്രം ഒന്ന് ഓർമ്മയിരിക്കട്ടെ. ഇറ്റ് ഈസ് വെരി ഗുഡ്. Then we can move with the next one. Number 5. It's a very, very important ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്. നോക്കണേ, നമുക്ക് ആദ്യത്തെ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആസ്പെക്ട്, എനിക്ക് തോന്നുന്നത് ഒരു 7 വർഷം എടുത്താൽ അതിലെ 5 വർഷവും ആവർത്തിച്ചിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ് നമ്മുടെ എറർ റിലേഷൻ എന്ന് പറയുന്നത്. So you must go with the theory part of you must begin with the term what I mean by absolute error. Absolute error, you know, it is the true value minus observed value. Then you should know what you mean by the fractional error. Fractional error, absolute error എന്ന് പറയുമ്പോൾ നമ്മൾ അറിയാം ഡെൽറ്റ എക്സ് എന്നാണ് അതിനെ റെപ്രസെന്റ് ചെയ്യാറുള്ളത്. ഫ്രാക്ഷണൽ എറർ എന്ന് പറയുമ്പോൾ ഡെൽറ്റ എക്സ് ബൈ എക്സ്. And then the percentage error. Percentage error. So that is a delta x by x into 100%. Yes. ഇതുമായിട്ട് ബന്ധപ്പെട്ട തിയറി. അതോടൊപ്പം തന്നെ അബ്സല്യൂട്ട് എറർ ബേസ് ചെയ്തിട്ട് നമുക്കറിയാം ഈ ഒരു ടേമുകളെല്ലാം ആപ്ലിക്കബിൾ ആകുന്നത് നോട്ട് ഫോർ സിസ്റ്റമാറ്റിക് എറേഴ്സ്. ഇറ്റ് ഈസ് ഫോർ റാൻഡം എറേഴ്സ്. The random errors, how we can solve that problem? We can't predict the errors happen. How that errors happened in a lab. നമുക്കറിയാം ഒരു സ്ക്രൂ ഗേജ് വെച്ച് നമ്മളൊരു ഡയമീറ്റർ ഓഫ് എ വയർ കണ്ടുപിടിക്കാൻ ശ്രമിക്കുമ്പോൾ 8 റീഡിംഗ് ഉണ്ടെങ്കിൽ 8ഉം 8 ആണ് അല്ലേ? വൈ? സോ ഒരേ എക്സ്പെരിമെന്റർ ആണ്, ഒരേ വയറാണ്. അതെന്തുകൊണ്ട് അത് സംഭവിക്കുന്നു? We can't predict what is the reason behind. അവിടെ വരുന്ന ടേം ആണ് ദാറ്റ് റാൻഡം എറേഴ്സ് എന്ന് പറയുന്നത്. ആ റാൻഡം എറേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു പോയിന്റ് ഓർക്കുക. If we increase the number of observations, the error on one data can be distributed among them, and hence we can reduce the error. And that's why
ഈ റാൻഡം എറേഴ്സിന് കൂടുതൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് നടത്തുന്നു എന്ന് പറയുന്നത്. അവിടെ നിന്ന് നമ്മൾ ട്രൂ വാല്യൂ കണ്ടുപിടിക്കാനാണ് നമ്മൾ ആവറേജ് വാല്യൂ ആദ്യം എടുത്തത് അല്ലെ. ആ ട്രൂ വാല്യൂവിൽ നിന്നാണ് ഓരോ ഒബ്സർവേഷൻസിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്തപ്പോൾ വി ഗെറ്റ് ദ അബ്സല്യൂട്ട് എറേഴ്സ്. നിങ്ങൾ ആ തിയറി ഒന്ന് വളരെ ഗഹനമായ രൂപത്തിൽ തന്നെ നോക്കിക്കൊള്ളൂ. ഇവിടത്തെ കൺസെപ്റ്റ് അതോടൊപ്പം തന്നെ അഡിഷൻ പ്രോസസ്സ് വരുമ്പോൾ എന്താണ് ഓർക്കുക. വളരെ പ്രധാനമായിട്ടും ഈ ന്യൂമറിക്കൽസ് വരുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഓർമ്മയിരിക്കട്ടെ, ഇൻ അഡിഷൻ ഓർ സബ്ട്രാക്ഷൻ, and keep in mind that each absolute errors are added. That is very important. And keep in mind, if it is a multiplication or a division, keep in mind that each fractional errors, the fractional errors are added. വളരെ പ്രധാനപ്പെട്ട ഒരു ആസ്പെക്റ്റ് ആണ്. ഇവിടെ സമയക്രമം ഒന്ന് റെഡിയാക്കാൻ വേണ്ടി ഞാൻ പെട്ടെന്ന് ഇതിന്റെ ഒരു പോയിന്റ് മാത്രം പറഞ്ഞിട്ട് നമ്മുടെ പ്രോബ്ലത്തിലേക്ക് നമുക്ക് കിടക്കാം. സോ അഡീഷൻ വരുന്ന സമയത്ത് സപ്പോസ് ഒരു R1 എന്ന് പറയുന്ന റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 25 പ്ലസ് ഓർ മൈനസ് 2 ഓം എന്ന് പറയുകയും R2 എന്ന് പറയുന്ന ഒരു റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഗിവൺ ആസ് 50 പ്ലസ് ഓർ മൈനസ് 1 ഓം എന്നും പറയുകയും ചെയ്താൽ, and keep in mind that 2 and 1 are the absolute errors of the resistance, then what is the absolute error in series resistance? You know the concept as Rs, take the value as is equal to R1 plus R2 in the sense, keep in mind that the errors are added together. In addition process, each absolute errors are added. എന്ന് പറയുമ്പോൾ ഓർക്കണേ, ഇവന്റെ error we can represent it as delta Rs, that is equal to delta R1 plus delta R2. That is equal to, what is the delta R1? It is nothing but equal to 2 plus delta R1 plus delta R2. It equal to 3. Good. That is very important. നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് എറർ ആണ് ക്വസ്റ്റ്യൻ. നോക്കൂ, പെട്ടെന്ന് ആൻസേഴ്സ് പെട്ടെന്ന് വരുന്നുണ്ട്. പെട്ടെന്ന് വെരി ഗുഡ്. You are cracking actually. Very good. A physical quantity P is given by that P we can write to be A square C root D, that division by BQ. Simply we can say that A square C, the root D in the sense we know that D raised to half division by BQ. And keep in mind the very important concept there, error relation എങ്ങനെ നമ്മൾ ഈ പറഞ്ഞ പോയിന്റ് എപ്പോഴും ഓർക്കണേ. In multiplication and division, each fractional errors are added together. അപ്പം അതോടൊപ്പം ഒരു പോയിന്റ് കൂടെ, പവർ വരുമ്പോഴെന്ന് പറയുമ്പോഴും എ സ്ക്വയറിനെ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് എടുക്കാം അല്ലെ, A into A. യെസ്, അപ്പൊ എന്ത് ചെയ്താൽ മതി, ഫ്രാക്ഷണൽ എറേഴ്സ് ആഡ് ചെയ്തെടുത്താൽ മതി. അങ്ങനെ വരുമ്പോൾ ഫ്രാക്ഷണൽ എറർ ഇൻ P നമുക്ക് എങ്ങനെ എഴുതാം, delta P by P into 100% is equal to, or the fractional error in P is equal to A square. We can write it to be 2 into delta A by A plus delta C by C plus root D raised to half into delta D by D plus B cube. At the denominator anangilum we are dealing with the positive errors, and hence we can write to be 3 into delta B by B. So that is equal to 2 into, അപ്പൊ ഇതിന് നമ്മൾ പെർസെന്റേജ് എററിലേക്കുള്ള കൺവേർഷൻ എന്ന് പറയുന്നത് നമുക്ക് വളരെ ഈസിയോടെ നമുക്ക് നടത്താൻ പറ്റും. എങ്ങനെ, സോ ഇൻറ്റു 100 ഇട്ടാ പോരെ പെർസെന്റേജ് എറർ എന്ന് പറയുന്നത്. സോ ഓരോന്നിന്റെയും പെർസെന്റേജ് എറേഴ്സ് കൃത്യമായിട്ട് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് അല്ലെ. നിങ്ങൾ അത് ചെയ്തു, വളരെ മനോഹരമായിരിക്കുന്നു. സോ യു ആർ ഓൺ ദ ട്രാക്ക്. ഇനി കോൺഫിഡന്റോടെ മുന്നോട്ട് പൊക്കുള്ളൂ, കൃത്യതയോടെ പ്ലാൻ ചെയ്തുകൊണ്ട്. 12 ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഒരു 2 to 3 ടോപ്പിക്സ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും എല്ലാ ടോപ്പിക്കുകളിലൂടെയും കണക്ട് പോകാൻ പറ്റും അല്ലെ. അത് ഫിസിക്സ് ഇങ്ങനെയാണെങ്കിൽ അതേപോലെ തന്നെ കൃത്യതയോടെ റിവൈസ്, അത് സ്ട്രെങ്തൻ ആയിട്ടുള്ള ടോപ്പിക്കുകൾ ഏതാണോ അതിനെ നന്നായിട്ട് ഡീൽ ചെയ്യണേ. അല്ലാതെ നമുക്ക് നെഗറ്റീവ് ആയിട്ടുള്ള ടോപ്പിക്സ് അത് സമയക്രമം കൂടുതൽ ഉണ്ടെങ്കിൽ മാത്രമേ അതിൽ അത്രയും കൊടുക്കാവൂ.
നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ള ടോപ്പിക്സുകളെ നമ്മൾ ചെകഞ്ഞ് കണ്ടുപിടിച്ച് റെഡിയാക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പൊ ഇവിടെ പെർസെന്റേജ് എറർ ഇൻ പി ആണ് കണ്ടുപിടിക്കേണ്ടത്. 2 into what is the percentage error in A? It is given as 1% plus C എത്രയാണോ it is given as 3%. D half into D percentage, it is 4. And what about that B percentage? It is delta B percentage is 2%. So that is equal to 2% plus 3% plus 2% plus 6% is equal to exactly, yes, that is equal to 13%. Okay, that is very important one. Good. കഴിഞ്ഞ ക്വസ്റ്റ്യന്റെ ആൻസർ ഓക്കെ ഫൈൻ. നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിലേക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയേക്കാം. 4th ക്വസ്റ്റ്യൻ. ഓക്കെ നമ്മൾ ആൻസറിലേക്ക് പെട്ടെന്ന് അടുത്തതിലേക്ക് ചാടി അല്ലേ. ഓക്കെ, ഇവിടെ എങ്ങനെയാ വരുന്നത്? നമുക്ക് MSRന്റെ വാല്യൂ എന്ന് പറഞ്ഞേ, MSR എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ എക്സാക്ട്ലി 13 കഴിഞ്ഞിട്ടാണ് നിൽക്കുന്നത് അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ വെർനിയർ വന്ന് നിൽക്കുന്നത് 13 ആണ്. അപ്പം 13 mm ആണ്. പ്ലസ് വെർനിയർ സ്കെയിൽ റീഡിംഗ്, അത് എക്സാക്ട്ലി കോയിൻസൈഡ് ചെയ്യുന്ന റീഡിംഗ് എത്രയെന്നാണ് അതാണ് കണ്ടുപിടിക്കണം. നോക്കി, 1 2 3 third one. So 3 into the least count എന്ന് പറയുന്നത് 0.1 ആണ് അല്ലെ. So you get the value as 13.3 mm. Very good. So thank you. So we get the A choice as the answer. Good. അപ്പോൾ നമ്മുടെ ഈ പറഞ്ഞ പോയിന്റ് ഒന്ന് ഓർക്കണം. എററുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആസ്പെക്റ്റ് ആണ്. യെസ്, ദാറ്റ് ഈസ് ഗുഡ്. Okay, good. So we can move with the next very important one. അപ്പോൾ ഇവിടെ നിങ്ങൾ എപ്പോഴും ഓർക്കേണ്ടത് മൾട്ടിപ്ലിക്കേഷൻ ആണ് നമ്മുടെ പ്രോസസ് എങ്കിൽ we have to add the fractional errors. സോ നമ്മൾ പ്രധാനമായിട്ടുള്ള, അപ്പൊ ഇനി നാളത്തെ ക്ലാസ് വരുമ്പോഴൊരു കാര്യം ശ്രദ്ധിക്കണേ. നാളെ 6:30 ഒരു 10 minutes മുന്നേ തന്നെ ലോഗിൻ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. നമുക്ക് നാളത്തെ ക്ലാസ് എക്സാക്ട്ലി 7:15 വരെ മാത്രമേ നാളെ ക്ലാസ് ഉണ്ടാവൂ. 15 വരെ മാത്രമേ ക്ലാസ് ഉണ്ടാവൂ. നാളെ എക്സാക്ട്ലി 6:30 മുന്നേ ഏറ്റവും പ്രധാനപ്പെട്ട 2 ടോപ്പിക്കുകളാണ് നാളെ ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ലോസ് ഓഫ് മോഷൻ ആൻഡ് വർക്ക് പവർ എനർജി. അത് ബേസ് ചെയ്തിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട തിയറിയും അതിന്റെ ക്വസ്റ്റ്യൻസും ആയിരിക്കും നാളെ ഡിസ്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ടൈമിൽ നല്ല പേപ്പറും പേനയൊക്കെ എടുത്ത് വളരെ ഉഷാറായിട്ടിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ എന്നെ വീക്ഷിക്കുന്നവർ പ്ലീസ് ഷെയർ ദിസ് ചാനൽ ആൻഡ് ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ കൂട്ടുകാരോടത്തേക്ക് ഷെയർ ചെയ്യാം. അത് അവർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആവും. പ്രത്യേകിച്ച് ഈ കോവിഡ് സമയത്തിന് ഇത്രയും ഫിസിക്സുമായിട്ട് ബന്ധപ്പെട്ട അതൊരു ടഫ് സബ്ജക്റ്റ് എന്നുള്ള ഒരു തരത്തില് അവസാനവട്ട പ്രിപ്പറേഷൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് വളരെ ഗുഡ് ആയിരിക്കും. അപ്പൊ നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് പോവാം. മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ എന്നൊരു ആസ്പെക്ട്സിലെ അതിന്റെ അനാലിസിസിലേക്ക് അറ്റ് ഫസ്റ്റ് നോക്കും. ഇതാണ് കഴിഞ്ഞ 2006 മുതലുള്ള ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. 2016 2 ആയിരുന്നെങ്കിൽ 2020 വന്നപ്പോൾ 3 ക്വസ്റ്റ്യൻസ് വരെ ചോദിച്ചിട്ടുണ്ട്. സോ അതാണ് അവിടുത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ മനസ്സിൽ വരേണ്ട ഒരു കാര്യം, മിനിമം 3 ക്വസ്റ്റ്യൻസ് ഈ വർഷവും നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ആ ഒരു പിന്നെ ഇവിടെ 2018 ഒരെണ്ണേ ചോദിച്ചുള്ള ഒന്നും പേടിക്കണ്ട. കാരണം അതിന്റെ ആപ്ലിക്കേഷൻസ് മറ്റ് ചാപ്റ്ററുകളിലേക്ക് മൂവ് ചെയ്തിരിക്കും. അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് അതിലെ കോൺസെപ്റ്റ്സുകൾ എല്ലാം തന്നെ. ഏതൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, എക്സാക്ട് ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ ആവർത്തിച്ചിട്ടുള്ള കുറച്ച് പോയിന്റുകൾ പെട്ടെന്ന് പറയാം. 1, ആവറേജ് വെലോസിറ്റി. 2, ആപ്ലിക്കേഷൻസ് ഓഫ് ഡിഫറൻസിയേഷൻ ആൻഡ് ഇന്റഗ്രേഷൻ, ഗ്രാഫിക്കൽ ക്വസ്റ്റ്യൻസ്, kinematic relations and motion under gravity. ഈ 5 പോയിന്റുകളിൽ നിങ്ങളുടെ മനസ്സിലേക്ക് കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്, ദ റാങ്ക് 1 എന്ന് പറയുന്നത് നമ്മുടെ ആപ്ലിക്കേഷൻസ് ഓഫ് ഡിഫറൻസിയേഷൻ ഇന്റഗ്രേഷൻ തന്നെയാണ്. അത് ഏത് തരത്തിലാണ് എന്നുള്ളത് ഞാൻ ഡിസ്കസ് ചെയ്യാം. Then the graphical questions, these are the very important one. We can assure about in the coming year also. ഓരോ ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ നമുക്ക് മറ്റ് ഏരിയകളിൽ ബേസ് ചെയ്തിട്ടാണ് ചോദ്യങ്ങൾ വന്നിരിക്കുക. നമുക്ക് ആദ്യം ഈ ഒരു ചാപ്റ്ററിലെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് മൂവ് ചെയ്യാം. നോക്കൂ,
സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ഒത്തിരി പ്രാവശ്യം ആവർത്തിച്ചിട്ടുള്ള ഒരു ആസ്പെക്ട് ആണ്. ആവറേജ് വെലോസിറ്റി, ആവറേജ് സ്പീഡ്, അത് രണ്ടിനും മീനിങ് ഡിഫറൻസ് ആണെന്ന് നമുക്കറിയാം. ആവറേജ് വെലോസിറ്റി വരുമ്പോൾ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണെങ്കിൽ, ആവറേജ് സ്പീഡ് വരുമ്പോൾ അത് ഡിസ്റ്റൻസ് ബൈ ടൈം എന്നുള്ള ഒരു ആസ്പെക്ട്, ബട്ട് ടോട്ടൽ എന്നുള്ള ഒരു ആസ്പെക്ട് മറന്നു പോകരുത്. അപ്പൊ ഇതിന്റെ ആൻസർ പെട്ടെന്ന് പറഞ്ഞേ. കമാൻ കമാൻ. A car covers the first half of the distance between the two places at 40 km/h and the other half at 60 km/h. The average speed of the car. എപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് അതിന്റെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള റിലേഷൻ വരേണ്ടത്, ആവറേജ് സ്പീഡ് ഈസ് നത്തിങ് ബട്ട് ഈക്വൽ ടു the total distance, not the displacement, the total distance traveled division by the total time under consideration. So that is the very important equation. അത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമുക്ക് എക്സാക്ട് ആയിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം. ടോട്ടൽ സെപ്പറേഷൻ എന്ന് പറയുന്നത് എക്സ് പ്ലസ് എക്സ് ആയിട്ട് ഇടുക. എന്നിട്ട് ആദ്യത്തെ ഹാഫ് v1 വെലോസിറ്റിയിലും രണ്ടാമത്തെ ഹാഫ് v2ലും എന്നാണ് പറയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് എങ്ങനെ കണ്ടുപിടിക്കാം ഈ വാല്യൂ? നോക്കി, ടോട്ടൽ ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു എങ്ങനെ, എക്സ് പ്ലസ് എക്സ് ഡിവിഷൻ ബൈ ദ ടോട്ടൽ ടൈം. ആ ടൈം എന്ന് പറയുന്നത് ഇവിടെ t1 ആയിക്കൊള്ളട്ടെ, ഇത് t2 ആയിക്കൊള്ളട്ടെ, സോ t1 പ്ലസ് t2 ആയിക്കൊള്ളട്ടെ. സോ ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് വൺ. അപ്പൊ ഇവിടെ നമുക്ക് t1 എന്ന് പറഞ്ഞ് നമ്മൾ എഴുതുമ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റയെ ബേസ് ചെയ്തിട്ട് കൺവേർട്ട് ചെയ്യാൻ മറന്നു പോകരുത്. എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യാം? ഇവിടെ നമുക്ക് ഇപ്പൊ അറിയാന്നുള്ളത് എക്സും നമ്മുടെ ഡിസ്റ്റൻസും വെലോസിറ്റി ആണ് അല്ലെ. അപ്പൊ എങ്ങനെ നമുക്ക് അത് കൺവേർട്ട് ചെയ്യാൻ പറ്റും? നമുക്കറിയാം, ടൈം എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ വെലോസിറ്റി എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ഡിവിഷൻ ബൈ ദാറ്റ് ടൈം. അപ്പൊ ടൈമിന് പകരം നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? എക്സ് ബൈ v1 പ്ലസ് പ്ലസ് പ്ലസ്. അപ്പൊ രണ്ടാമത്തത് എങ്ങനെ എഴുതാം? എക്സ് ബൈ v2. സോ മനോഹരമായ നമ്മുടെ റിലേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പൊ നമുക്ക് എക്സ് പ്ലസ് എക്സിനെ നമുക്ക് 2x ആയിട്ട് നമുക്ക് എഴുതാം. ഡിവിഷൻ ബൈ ആ എക്സ് ഒന്ന് കോമൺ ആയിട്ട് എടുത്താല് 1 ബൈ v1 പ്ലസ് 1 ബൈ v2. ഒന്ന് ക്രോസ് ചെയ്തേ, അവിടെ എക്സും എക്സും അങ്ങോട്ട് ക്യാൻസൽ ആയി പോയി അല്ലേ. എന്നാൽ അടുത്ത സ്റ്റെപ്പ് എന്തായിട്ട് നമുക്ക് എഴുതാൻ പറ്റും? that is equal to 2 division by that is v2 plus v1, that division by v1 v2. So we can write it to be as a 2v1 v2 division by v1 plus v2. That is the average speed. വളരെ പ്രധാനം. ഇതൊരു ഷോർട്ട് കട്ട് ആയിട്ട് മനസ്സിലിരുന്നോളൂ. But provided with the condition, the equal separation with the velocity v1 and the another equal separation with the velocity v2. ഇതേ പ്രോസസ് ഉപയോഗിക്കുകയാണെങ്കിൽ മറ്റൊരു ക്വസ്റ്റ്യനും ആവർത്തിച്ചിട്ടുണ്ട്. ഓർമ്മയിരിക്കട്ടെ. എന്നാന്നറിയോ? ഈക്വൽ ടൈം വിത്ത് വെലോസിറ്റി v1 ആണെങ്കിൽ ഈക്വൽ അനദർ ഹാഫ് ടൈം വിത്ത് v2 ആണെങ്കിൽ ഫോർമുല മാറും. അത് v1 പ്ലസ് v2 ബൈ 2 ആയിട്ട് മാറും. അപ്പൊ ഇവിടത്തെ നമ്മുടെ ആൻസറിലേക്ക് പെട്ടെന്ന് പറഞ്ഞേ എല്ലാവരും. കമാൺ. വെരി ഗുഡ്. ദാറ്റ് ഈസ് 2 into v1 as 40 km/h into 60 division by 40 plus 60, it becomes 100. And we get the value 6 into 4 into 2 is equal to 48 km/h. So we get the answer as the third. So ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ആസ്പെക്ട് ആണ്. അടുത്ത നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് നോക്കി, ദ 7th ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ വരുന്നതിന് മുന്നേ നിങ്ങൾ ഓർമ്മയിരിക്കണം, നമ്മൾ ഡിസ്പ്ലേസ്മെന്റിൽ തുടങ്ങി വെലോസിറ്റി ആക്സിലറേഷനിൽ നമ്മൾ പോകുമ്പോൾ ഓരോ ഗ്രേഡ് വരുമ്പോഴും നമുക്കറിയാം വെലോസിറ്റി എന്ന് പറയുന്നത് dx by dt ആയിട്ട് നമ്മൾ പറയും അല്ലെ. ആക്സിലറേഷൻ എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ട് നമുക്കറിയാം, ദാറ്റ് ഈസ് ഈക്വൽ ടു dv. ആക്സിലറേഷൻ എന്ന് പറയുന്നത് dv by dt ആയിട്ട് നമ്മൾ പറയും. അതോടൊപ്പം തന്നെ വീണ്ടും നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നത് വെലോസിറ്റി എന്ന് പറയുന്നത് dx by dt ആണ് അല്ലെ. യെസ്, വെരി ഗുഡ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് എക്സാക്ട് ആയിട്ട് നമുക്ക് എന്ത് പറയാം? ഇറ്റ് ബിക്കംസ് d² x by dt². അപ്പൊ ഫസ്റ്റ് ഡിഫറൻഷ്യൽ ഓഫ്
വെലോസിറ്റി ആണ് ആക്സിലറേഷൻ അല്ലെങ്കിൽ സെക്കൻഡ് ഡിഫറൻഷ്യൽ ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ആണ് ആക്സിലറേഷൻ എന്ന് പറയാം. നമ്മുടെ കേരള എൻട്രൻസിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിരുന്ന ഒരു കൺസെപ്റ്റ് അതല്ല. എന്നാന്നറിയോ, ഇവൻ ഇങ്ങനെ എഴുതിക്കൂടെ, നമ്മുടെ ഡി ബി ബൈ ഡി ടി ഞാനൊന്ന് മാറ്റിയിട്ട് ഒരു ഡി എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയും ഡിവൈഡ് ചെയ്യുകയും ചെയ്യും. നമുക്കറിയാം ഇത് ഡി വി ബൈ ഡി ടി തന്നെയാണ് അല്ലെ. പക്ഷേ വെലോസിറ്റി വേരിയേഷൻ വിത്ത് റെസ്പെക്ട് ടു എക്സ് വരുന്ന സമയമാകുമ്പോൾ ഈ ഡി എക്സ് ബൈ ഡി ടിയുടെ രൂപത്തിലേക്ക് നമുക്ക് എഴുതേണ്ടി വരുന്നു ആക്സിലറേഷൻ. കണ്ടോ, ആക്സിലറേഷൻ ദ വേരിയേഷൻ വിത്ത് റെസ്പെക്ട് ടു ഡിസ്റ്റൻസ് വരുന്ന സമയത്ത്, ഡിസ്പ്ലേസ്മെന്റ് വരുന്ന സമയത്ത് we can use this aspect as dv by dx into v. ഇനി ഇതിൽ നിന്ന് എങ്ങനെയാണ് ഇന്റഗ്രേഷൻ ആസ്പെക്ട്സിലേക്ക് പോവാം? അതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ. The velocity of a particle that is given as that v equal to v0 plus gt plus ft square. If its position is at x is equal to 0, at t equal to 0, then its displacement after unit time is displacement like etam. എങ്ങനെയാണ് അത് പോസിബിൾ ആകുക? അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റ്. നോക്കൂ, വെലോസിറ്റിക്ക് പകരമായിട്ട് we can write to be dx by dt. That is equal to v0 plus gt plus f into t square. അപ്പോൾ നമുക്ക് dx നെ എങ്ങനെ എഴുതാം? Equal to v0 plus gt plus f into t square into dt. ഇനി ഇതിനെ വേണം നമ്മൾ എന്ത് ചെയ്യാൻ? ഇന്റഗ്രേറ്റ് ചെയ്യാൻ. ഇറ്റ് ഈസ് ദ വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പൊ നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് കിട്ടിക്കഴിഞ്ഞു. അപ്പൊ ഇന്റഗ്രൽ v0 dt. Yes, very good. We get the value as v0 t plus integral gt dt. T raised to n plus 1 by n plus 1. So, നമുക്ക് g into t square division by 2 plus f into t square. അപ്പോ n plus 1, 2 plus 1 as t cube by 3. പിന്നെ ഇവിടെ വ്യക്തതയോടെ ഒരു പോയിന്റ് പറഞ്ഞിട്ടുണ്ട്. എന്താണാവോ? We have to find in t is equal to 1 second. Substitute ചെയ്തേ. അപ്പൊ നമുക്ക് ആൻസർ എത്ര ആയിട്ട് കിട്ടി? Yes, v0 plus g by 2 plus t by f by 3. So we get the third choice. Very good, very good. ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കൂടിയാണ് കേട്ടോ. വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റ് ആണ്. അപ്പൊ ഇതാണ് നമ്മുടെ ഡിഫറൻസിയേഷൻ ഇന്റഗ്രേഷൻ എന്നുള്ള ഒരു ആസ്പെക്ട്സ്. അടുത്ത നോക്കി, ഏറ്റവും കൂടുതൽ പ്രാവശ്യം നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യുമ്പോഴേ ചോദിച്ചിട്ടുള്ള ഒരു ആസ്പെക്ട്സ് ആണ് നമ്മുടെ ഗ്രാഫിക്കലായിട്ടുള്ളത്. നമുക്കറിയാം, ഒരു ഗ്രാഫിലെ ക്വസ്റ്റ്യൻ വരുമ്പോൾ എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ വരേണ്ട രണ്ട് ചോദ്യങ്ങൾ: ഞാൻ സ്ലോപ്പ് എടുക്കണോ അതോ ഏരിയ എടുക്കണോ? Yes, need to find the slope or area. അത് ഡിപ്പെൻഡ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആസ്പെക്ട് എന്ന് പറയുന്നത് നമ്മളുടെ ക്വസ്റ്റ്യനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഈ ക്വസ്റ്റ്യൻ എങ്ങനെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. നോക്കൂ, ചിന്തിച്ച് വളരെ ഉഷാറോടെ നോക്കിയേ. എ പാർട്ടിക്കിൾ starts from origin at a time t equal to 0 and moves along the positive x-axis. The graph of velocity with respect to time, then what is the position of the particle at a time t is equal to 5 seconds. ഒരു കാര്യം ഓർത്തോണേ, ഇവിടത്തെ ചോദ്യം വരുമ്പോൾ സമയം 8 seconds വരെ എടുക്കുന്നത് അപകടമാണെന്ന് മനസ്സിലായി അല്ലെ? 5 seconds വരെ കൊണ്ട് നിർത്തണം. അപ്പോഴുള്ള പൊസിഷനാണ്. നമുക്കറിയാന്നുള്ള ഒരു കാര്യം, വെലോസിറ്റി ഇൻറ്റു ടൈം എടുത്താൽ വെലോസിറ്റി എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ഇൻറ്റു ടൈം ഡിസ്പ്ലേസ്മെന്റ് കിട്ടും. അപ്പോൾ ലൊക്കേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഏരിയ കണ്ടുപിടിക്കണം. അപ്പൊ ഏരിയ ആണോ സ്ലോപ്പ് ആണോ എന്നുള്ളതാണ് ഇവിടത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കൺസെപ്റ്റ്. അപ്പൊ നമുക്ക് ഏരിയ കണ്ടുപിടിക്കാം. അപ്പൊ ഏരിയ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് ഇതിനെ ഒരു 3 ഡിഫറന്റ് ഭാഗമായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പൊ ഇതിനെ നമുക്ക് 1 എന്ന് വിളിക്കാം, ഇത് 2 ആയിക്കട്ടെ, ഇത് 3 ആയിക്കോട്ടെ. അപ്പൊ നമുക്ക് A1 ഉം A2 ഉം A3 ഒക്കെ ബേസ് ചെയ്തിട്ട് കണ്ടുപിടിക്കാം.
അപ്പൊ A1 എങ്ങനെയാണ് കണ്ടുപിടിക്കുക? നമ്മുടെ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് A1 പ്ലസ് A2 പ്ലസ് A3. അപ്പൊ A1 എന്ന് പറയുമ്പോൾ അതൊരു ട്രയാങ്കിൾ ആണ് അല്ലെ. അപ്പൊ ഹാഫ് ഇൻറ്റു ബേസ് എന്ന് പറയുമ്പോൾ 0 to 2 ആണ് അല്ലെ. 2 ഇൻറ്റു ഓൾട്ടിറ്റ്യൂഡ് എത്രയാണ്? യെസ് 2 ആണ്. പ്ലസ് A2 എന്ന് പറയുമ്പോൾ വീണ്ടും നമുക്കൊരു സ്ക്വയർ ആയിട്ടിരിക്കുക അല്ലെ. അപ്പൊ നമുക്ക് എന്തായിട്ട് വരാം? 2 ഇൻറ്റു 2 പ്ലസ് അടുത്തൊരു റെക്ടാങ്കിൾ അല്ലെ. ദാറ്റ് ഈസ് വാട്ട് 1 ഇൻറ്റു 3. സോ വാട്ട് ഈസ് ആൻസർ? 2 to 2 cancel. So 2 plus 4 plus 3. What is the answer? Very good. So you get the answer as is equal to 9m. So that is the concept there. Good, very good. അപ്പൊ ഇതാണ് നമ്മുടെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ ഏരിയ കണ്ടുപിടിച്ച് പൊസിഷൻ കിട്ടും. അപ്പൊ അതേപോലെ ഇപ്പോ ചില കൺസെപ്റ്റുകളിൽ ആക്സിലറേഷൻ ടൈം കർവ് ആയിരിക്കും വരിക. അപ്പൊ അതിന്റെ ഏരിയ നമുക്ക് കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ വെലോസിറ്റിയിലേക്ക് എത്തും. അപ്പോൾ അതിന്റെ ഇനിഷ്യലും ഫൈനലും തമ്മിലുള്ള ചേഞ്ച് ആയിരിക്കും നമുക്ക് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ ഫൈനൽ വെലോസിറ്റി ആയിരിക്കും. അപ്പൊ സ്ലോപ്പ് കണ്ടുപിടിക്കാം, അത് ബേസ് ചെയ്ത് നമുക്ക് ചിന്തിക്കാം. സോ ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൺസെപ്റ്റ്. വളരെ ഗുഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ എല്ലാ കൈനമാറ്റിക് റിലേഷൻസും ഒന്ന് ഓർമ്മയിരിക്കട്ടെ, വളരെ പ്രധാനപ്പെട്ട ഒരു ആസ്പെക്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ V is equal to U plus AT എന്നൊരു കൺസെപ്റ്റ്. Yes, V square equal to U square plus 2AS. S is equal to UT plus half AT square. മറന്നു പോകരുതേ. nth സെക്കൻഡില് U plus A by 2 into 2n minus 1. Good. ഒരെണ്ണം കൂടെ പറഞ്ഞേക്കാം. The average velocity into time, that is equal to U plus V by 2 into 2 T. ഇതൊരു സ്പെഷ്യൽ ഇക്വേഷൻ ആണ് നിങ്ങൾക്ക് വേണ്ടി മാത്രം. കണ്ടോ, ഇനിഷ്യൽ വെലോസിറ്റിയും ഫൈനൽ വെലോസിറ്റിയും ഡിസ്പ്ലേസ്മെന്റും ടൈമുമായിട്ട് റിലേറ്റ് ചെയ്ത മറ്റൊന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് വളരെ പ്രധാനപ്പെട്ട റിലേഷൻ ആണ്. നമ്മുടെ ചോദ്യത്തിലേക്ക് കിടക്കാം. എ ഗുഡ് ട്രെയിൻ accelerating uniformly on a straight railway track approaches an electric pole standing on the side of the track. Its engine passes the pole with the velocity U, and the guard's room, that means the end, passes with the velocity V. The middle wagon of the train passes the pole with the velocity. വളരെ പ്രധാനപ്പെട്ട ഒരു ആസ്പെക്ട്സ് ആണ്. നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു കൺസെപ്റ്റ് സെയിം. ഇതാണ് ഫ്രണ്ട് പോർഷൻ എന്ന് ഇരിക്കട്ടെ. അപ്പൊ അവന്റെ വെലോസിറ്റി എന്ന് പറയുന്നത് U ആണ്. എൻഡ് വെലോസിറ്റി എന്ന് പറയുന്നത് നമുക്കിവിടെ തന്നിരിക്കുന്നത് V ആണ്. അപ്പൊ മിഡിൽ വെലോസിറ്റി ആണ് നമ്മുടെ ചോദ്യമായിട്ട് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്ന് ആൻസർ ആയിട്ട് വരേണ്ടത്. എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് ദ മിഡിൽ പോയിന്റ് എന്താണ്? അപ്പൊ ഇവിടെ വ്യക്തതയോടെ ഒരു പോയിന്റ് പറയുന്നത് ഇതൊരു ആക്സിലറേറ്റഡ് മോഷൻ ആണ്. അപ്പൊ ആക്സിലറേറ്റഡ് മോഷൻ വരുമ്പോൾ ഇപ്പൊ ഇതിന്റെ മിഡിൽ പോയിന്റ് അല്ലേ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ ഇത് എക്സും ഇത് എക്സും ആയിട്ട് നമ്മളൊന്ന് കൺസിഡർ ചെയ്തു. ഇപ്പൊ ടോട്ടൽ ആയിട്ട് 2x ആണ് അല്ലെ. അവന്റെ ഇനിഷ്യൽ വെലോസിറ്റി U, ഫൈനൽ വെലോസിറ്റി V, ടോട്ടൽ 2x ആണെങ്കിൽ അതിന്റെ ആക്സിലറേഷൻ നമുക്ക് ഈസിയോടെ കണ്ടുപിടിക്കാം അല്ലെ. സിമ്പിൾ ഏത് ഇക്വേഷൻ ഉപയോഗിക്കാം? ദിസ് വൺ. അതേ പാരാമീറ്റേഴ്സ് തന്നെയാണ് അല്ലെ. S V square equal to U square plus 2A into 2x ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്തത് അല്ലെ. 2x ആയിട്ട് തന്നെ നമുക്ക് കരുതിരുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ആക്സിലറേഷൻ കണ്ടുപിടിച്ചൂടെ? അപ്പൊ V square minus U square എന്ന് പറയുന്നത് 2A into 2x. അപ്പൊ നമുക്ക് എക്ക് പകരമായിട്ട് എങ്ങനെ എഴുതാം? V square minus U square division by 2 into 2x. അങ്ങനെ ഇരുന്നോട്ടെ. അടുത്ത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ വെലോസിറ്റി ആണ്, Vm ആണ്. അപ്പൊ നമുക്ക് അതിന്റെ ആ ഹാഫ് സെക്ഷൻ മാത്രം ഒന്ന് എടുത്തേ, ഈ ഒരു മൂവ്മെന്റ് മാത്രം. അപ്പൊ അവന്റെ ഇനിഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്ന U ആണ് അല്ലെ. ഫൈനൽ വെലോസിറ്റി അപ്പൊ Vm ആയിട്ട് മാറിയില്ലേ. അപ്പൊ ട്രാവൽ ചെയ്യുന്ന സെപ്പറേഷൻ എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ട് പകുതിയല്ലേ, എക്സ് അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ സ്റ്റെപ്പ് എങ്ങനെ സെയിം റിലേഷനിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും? ഒന്ന് അപ്ലൈ ചെയ്തേ. എങ്ങനെ പറയാം നമുക്ക്? ദ ഫൈനൽ വെലോസിറ്റി എന്ന് പറയുന്നത് നമുക്കറിയാം Vm ആണ് അല്ലെ. സോ Vm സ്ക്വയർ എന്ന് പറയുന്നത് U സ്ക്വയർ പ്ലസ് 2A into അവിടെ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എന്താണ്? X. So that is equal to U square plus 2 into what is a
എ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചേക്കുക സിമ്പിൾ ആയിട്ട്. കമാൺ വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ബൈ കമാൺ 2 ഇൻറ്റു 2x ഇൻറ്റു നമ്മുടെ എക്സ്. അപ്പൊ നമുക്ക് എക്സ് എക്സ് ക്യാൻസൽ ആയി അല്ലേ, 2 ക്യാൻസൽ ആയി അല്ലേ. അപ്പൊ എന്ത് കിട്ടി? കമാൺ യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ ബൈ 2 മൈനസ് യു സ്ക്വയർ ബൈ 2, യു സ്ക്വയർ മൈനസ് യു സ്ക്വയർ ബൈ 2, അപ്പൊ ഹാഫ് ആയിട്ട് മാറും അല്ലെ. അപ്പൊ വി സ്ക്വയർ ബൈ 2 പ്ലസ് യു സ്ക്വയർ ബൈ 2. അപ്പൊ നമുക്ക് വി എം എങ്ങനെ കണ്ടുപിടിക്കാം? The Vm is equal to root of v square plus u square by 2. It is the very important one. That means D, the option. Very good, very good. Yes, very good, very good, very good, very good. കൊള്ളാം, വളരെ സ്മാർട്ട് ആയിട്ട് നിങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങൾ നല്ല ക്വസ്റ്റ്യൻസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. നമ്മുടെ ഒരു ഈസിനെസ്സിന് വേണ്ടി ഏറ്റവും എളുപ്പമുള്ള ക്വസ്റ്റ്യനുകൾ എന്നുള്ള തരത്തിൽ നമ്മൾ അങ്ങ് ഒതുങ്ങരുതേ. നിർബന്ധപൂർവം മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണേ. So we can move with the next one, number 10. Good question. A ball is released from the top of a tower of height h meters. It takes t seconds to reach the ground. What is the position of the ball at t/3 seconds? അപ്പൊ ഇവിടെ പറയുന്നത് നമ്മുടെ ഇതാണ് ടവർ ആയിട്ട് നമുക്ക് എടുക്കാം. അപ്പോ ഇവിടെ നിന്ന് ബോളിനെ നമ്മൾ താഴോട്ടിട്ടു. ഇപ്പൊ ടി സമയം എടുത്തു. അപ്പൊ ട്രാവൽ ചെയ്ത ഹൈറ്റ് ആണ് എച്ച് അല്ലെ. ഫ്രീലി ഫോളിംഗ് അല്ലേ. സിമ്പിൾ ആയിട്ട് നമുക്ക് അറിയാം ഇക്വേഷൻ അല്ലെ. എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്നല്ലേ നമുക്ക് എഴുതാൻ പറ്റുക. ഫ്രീലി ഫോളിംഗ് വരുമ്പോൾ ഇനിഷ്യൽ വെലോസിറ്റി 0 അല്ലേ. അപ്പൊ എച്ചിന് പകരം നമുക്ക് എന്ത് എഴുതാൻ പറ്റും? h is equal to half g into t square. സിമ്പിൾ ആണ്. അങ്ങനെയാണെങ്കിൽ രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് എന്താണ്? വാട്ട് ഈസ് ദ പൊസിഷൻ വെൻ ഇതിപ്പോ എച്ച് ഡാഷ് ആണെന്ന് അങ്ങോട്ട് ഇരിക്കട്ടെ. അപ്പൊ ട്രാവൽ ചെയ്ത സമയം എന്താണാവോ? t/3 ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. എസിന് പകരം എച്ച് ഡാഷ് ആണ് അല്ലെ. ഇനിഷ്യൽ വെലോസിറ്റി 0 തന്നെ അല്ലേ. ടൈം എത്രയായിട്ട് മാറി? t/3 ആണ്, സ്ക്വയർ ആണ്. That is equal to half g, come on, t square division by 9. എന്താണാവോ half g t square? Yes, we know it is the tower height. So h by 9, that is important. അപ്പൊ നമുക്ക് രണ്ട് തരത്തിൽ പറയാം. ഒന്ന്, ഫ്രം ദ ടോപ്പ് കൺസിഡർ ചെയ്യുമ്പോൾ h by 9 ആണ്. ഫ്രം ദ ഗ്രൗണ്ട് കൺസിഡർ ചെയ്യുമ്പോൾ h minus h by 9 ആണ്. That is equal to h into, come on, 8 by 9 ആണ്. From the ground. From the ground. So what we can say, what is answer? Come on, come on. Good, good. Come on. Come on, come on. Yes, we get the answer. 8 by 9 from the ground as the first choice as the answer. Very good, very good. You are doing a very good job. നിങ്ങളെ മാക്സിമം ഫിസിക്സിലെ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. സോ പുതിയതായിട്ട് വന്ന ആൾക്കാരൊന്ന് ശ്രദ്ധിച്ചേക്കുക. നാളെ 6:30 ഒരു 10 minutes മുന്നേ തന്നെ ലോഗിൻ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. വളരെ പ്രധാനപ്പെട്ട 2 ചാപ്റ്ററുകളായിരിക്കും നാളെ ഡീൽ ചെയ്യുന്നത്. അത്യാവശ്യം അതിന്റെ തിയറിയൊക്കെ നോക്കിയിട്ട് അപ്പൊ നമുക്ക് കുറച്ചധികം ക്വസ്റ്റ്യൻസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. യെസ്, നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഈ ചാനൽ ഒന്ന് ഷെയർ ചെയ്യണേ. സെർച്ച് ചെയ്യുമ്പോൾ സാംസൺ SS എന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ മതി. ഇൻക്ലൂഡ്സ് 300+ വീഡിയോസ്. It will give the previous year question papers of NEET, Keam, CUSAT, KVPY, IAT exam ഒക്കെ നിങ്ങൾക്ക് കിട്ടും. ഇൻ അഡീഷൻ ടു ദാറ്റ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട 100 പോയിന്റുകൾ നിങ്ങളുടെ കീമിന് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് അതിലുണ്ട്. കാണാൻ വേണ്ടി ശ്രദ്ധിക്കുക. കീം ബേസ് ചെയ്തിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഈ ചാനലിലുണ്ട്. അത് ഹോൾ ആയിട്ടുള്ളതുമുണ്ട്, ചാപ്റ്റർ വൈസ് ആയിട്ട്. അത് കേരളത്തിൽ അങ്ങനെ ഒരു മെറ്റീരിയൽ അവൈലബിൾ അല്ല, ഈവൻ ബുക്കിന്റെ രൂപത്തിൽ പോലും. സോ ഇറ്റ് ബിക്കംസ് റിയലി ഹെൽപ്പ്. നോക്കൂ, 2-dimensional മോഷൻ, ദ വെരി ഇമ്പോർട്ടന്റ് വൺ. 2019 3 ക്വസ്റ്റ്യൻസ് ചോദിച്ചെങ്കിലും ഒരു മിനിമം 2 ക്വസ്റ്റ്യൻസ് എങ്കിലും നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആണ് 2-dimensional മോഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ.
അതിൽ കൂടുതലും സാധ്യത വരുന്നത് ഓർക്കണേ വെക്ടർ ബേസ് ചെയ്ത് അതിന്റെ ആപ്ലിക്കേഷനും. അതോടൊപ്പം തന്നെ ഓർത്തിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഈസ് നത്തിങ് ബട്ട് അവർ സർക്കുലർ മോഷൻ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ വി കൻ മൂവ് വിത്ത് നെക്സ്റ്റ് വൺ. നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന്റെ നേച്ചറാണ്. എന്ന് വെച്ചാൽ ചില ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റികൾ വെക്ടർ ആണോ സ്കേലർ ആണോ എന്നുള്ള ഒരു ചോദ്യമായിട്ട് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട കൺസെപ്റ്റ്സുകളെല്ലാം മസ്റ്റ് ആയിട്ട്. പിന്നെ വെക്ടർ അഡിഷന്റെ ആപ്ലിക്കേഷൻ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ദെൻ മൾട്ടിപ്ലിക്കേഷൻ, എസ്പെഷ്യലി ഡോട്ട് പ്രോഡക്റ്റ്, ക്രോസ് പ്രോഡക്റ്റ്, അതിന്റെ ആപ്ലിക്കേഷൻസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട് ആണ്. ദെൻ ബോട്ട് റിവർ പ്രോബ്ലം, അതിന്റെ തിയറി വളരെ വ്യക്തതയോടെ നിങ്ങൾ സമയമെടുത്ത് പഠിക്കണം. അതോടൊപ്പം തന്നെ നമ്മുടെ അംബ്രല്ല റെയിൻ പ്രോബ്ലം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു ആസ്പെക്ട്സ് ആണ്. ദെൻ ഒബ്ലിക് പ്രൊജക്ഷൻ, നമ്മുടെ പ്രൊജക്റ്റൈൽ മോഷനുമായിട്ട് ബന്ധപ്പെട്ട. ദെൻ സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ ആൻഡ് ദ ചേഞ്ച് ഇൻ വെലോസിറ്റി. ഈ 7 പോയിന്റുകളെ ബേസ് ചെയ്തിട്ടാണ് കഴിഞ്ഞ ഒരു 15 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇൻഫറൻസ് എന്ന് പറയുന്നത്. ഈ 7 പോയിന്റ് മസ്റ്റ് ആയിട്ട് നിങ്ങൾ നോക്കിയിരിക്കണം ബിഫോർ ദി എക്സാമിനേഷൻ. നമുക്കിനി ഒരു 7 ക്വസ്റ്റ്യൻസ് ഇവിടെ ചെയ്യേണ്ടതായിട്ടുണ്ട്. നമുക്ക് അധികം തിയറി പറയാതെ വി കൻ ഗോ വിത്ത് ദ ക്വസ്റ്റ്യൻസ്. സോ ടൈം ലിമിറ്റ് കൂടുതലായി 1 hour ആണ് ഞാൻ ഉദ്ദേശിച്ചതെങ്കിലും നിങ്ങളുടെയൊക്കെ ആഗ്രഹവും റെസ്പോണ്ടും കണ്ടപ്പോൾ നമ്മളത് കൂടുതലായിട്ട് മാറിക്കൊണ്ടിരുന്നു. അപ്പോ എന്തായാലും നമുക്ക് 17 ക്വസ്റ്റ്യൻസ് ഉണ്ട്, നമുക്കത് ഡിസ്കസ് ചെയ്യാം. റിയലി ഹെൽപ്ഫുൾ ഫോർ യു. What is answer for the 11th one? Among the following the vector quantities. Come on. Come on. Very good. നമുക്ക് പ്രഷർ എന്ന് പറയുന്ന ഒരു ടേം വരുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. എപ്പോഴും പ്രഷർ നോർമൽ ഫോഴ്സ് ബൈ ഏരിയ നമ്മുടെ ഫോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത് കൊണ്ടൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. പക്ഷേ ഇറ്റ് ഡസ് നോട്ട് അബൈ ദ വെക്ടർ ആൾജിബ്ര. സോ പ്രഷർ ഒരു സ്കേലർ ആണ്. എക്സാക്ട് ആൻസർ എന്ന് പറയുന്നത് ഇംപൾസ് ആണ്. ദ ഫോഴ്സ് ആക്ടിംഗ് ഓൺ എ വെരി ഷോർട്ട് ഇന്റർവൽ ഓഫ് ടൈം, ഓർ വി കൻ സേ ദ ചേഞ്ച് ഇൻ മൊമെന്റം. സോ ഇംപൾസ്. സോ ദാറ്റ് ഈസ് ദ ആൻസർ ഫോർ ദ 11th one. Very good. The next one. A good question is waiting for you. The sum of magnitudes of 2 forces acting at a point is 60 Newton. Their resultant is 8√3 Newton. Is at 90 degree with the force of smaller magnitude. The 2 forces in Newton are. Very important ആയ ഒരു ആസ്പെക്ട് ആണ്. എളുപ്പത്തിൽ നമുക്ക് കണ്ടുപിടിക്കാം. അതിനെ ഒന്ന് പിക്ചർ ചെയ്താൽ മതി കേട്ടോ. എന്നിട്ട് നമ്മുടെ വെക്ടർ അഡിഷന്റെ കൺസെപ്റ്റ് ഒന്ന് യൂസ് ചെയ്താൽ മതി. നോക്കണേ, സിമ്പിൾ ആയിട്ട് ഇവിടെ പറയുന്നത് എങ്ങനെയാണ്? റിസൾട്ടന്റിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ വെക്ടർ F1 പ്ലസ് F2 വാല്യൂ എന്ന് പറയുന്നത് 8√3 ആണ്. അപ്പൊ ഈ 2 വെക്ടേഴ്സിനെയും നമ്മൾ ഒരു ട്രയാങ്കിളിന്റെ 2 സൈഡുകളായി റെപ്രസെന്റ് ചെയ്താൽ അത് ചെറിയ വെക്ടറിന് പെർപെൻഡിക്കുലർ ആയിരിക്കും റിസൾട്ടന്റ്. അപ്പോ ഈ ഒരു സൈഡ് ആയിരിക്കും നമ്മുടെ രണ്ടാമത്തെ വെക്ടർ F2. അപ്പൊ ഈ വാല്യൂ ആണ് നമുക്ക് 8√3 കിട്ടേണ്ടത് അല്ലേ? യെസ് എന്നോ? എങ്കിൽ 2 വാല്യൂസ് ഏതൊക്കെയാണ്? അപ്പൊ നിങ്ങൾക്ക് എളുപ്പം കണ്ടുപിടിക്കാനുള്ളേ ഉള്ളൂ. ഇനി നമ്മുടെ പൈതഗോറിയൻ കൺസെപ്റ്റ് പെട്ടെന്നൊന്ന് എടുത്തൊന്ന് ട്രയൽ ആൻഡ് എറർ മെത്തേഡ് ഒന്ന് യൂസ് ചെയ്തേ. എന്താണോ ഈ ട്രയൽ ആൻഡ് എറർ? ട്രൈ ചെയ്യാം, ശരിയാണോ എന്ന് ചെക്ക് ചെയ്യാം. 2 ചോയ്സ് ഉണ്ട്. നമുക്കറിയാം ഇതൊരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആയതുകൊണ്ട് തന്നെ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് എഫ് എന്ന് പറയുന്നത് എപ്പോഴും ദാറ്റ് ഷുഡ് ബി ഈക്വൽ ടു F2 സ്ക്വയർ മൈനസ് F1 സ്ക്വയർ. യു ഗെറ്റ് ഇറ്റ്? അങ്ങനെ ഒരു ചോയ്സ് ഏതാണാവോ നിങ്ങളുടെ മനസ്സിൽ വരുന്നത്? പെട്ടെന്ന് പറഞ്ഞേ ഉത്തരം. കമൺ സേ വിച്ച് വൺ ഈസ് ദ കറക്റ്റ് വൺ? കമൺ. Exactly. Come on. ഒരു ഡൗട്ട് ഇപ്പൊ ചോദിച്ചിട്ടുണ്ട്, എന്നും ഈ ക്ലാസ് ഉണ്ടോ? വിത്ത് ഗോഡ്സ് ഗ്രേസ് ഉറപ്പായിട്ടും എന്നും ക്ലാസ് ഈ വരുന്ന 12 ദിവസവും നിങ്ങൾക്ക് വേണ്ടി
നൽകാൻ ആഗ്രഹിക്കുന്നുണ്ട്, സമയം അത് അനുവദിക്കുകയാണെങ്കിൽ. മക്കളെ, that is equal to root of f2 square. I am taking the e choice. Look, the f2 as a 14 square minus 2 square, that is equal to root of 196 minus 4, that is equal to root of 192. We can write it to be as a 64 into 3. That is equal to 8 root 3. That is the answer. അപ്പൊ ആ ഒരു മെത്തേഡ് എപ്പോഴും നിങ്ങളുടെ അത് ലോജിക്കലായിട്ട് നമുക്കറിയാം. കാരണം ഈ ഇത്രയും വാല്യൂവിലേക്ക് വരണമെങ്കിൽ ഏതാണ് നമുക്ക് പോസിബിൾ ആകുന്നത് എന്നുള്ള കാര്യം. അതല്ലാതെ നമുക്കൊരു നോർമൽ മെത്തേഡ് ഉണ്ട്, പക്ഷെ അത് ആ ഫോർമുലകളൊക്കെ വെച്ച് ചെയ്യുമ്പോൾ ഒത്തിരി സമയമുണ്ട്. സോ ദിസ് ഈസ് ദ ഗുഡ് മെത്തേഡ്. വി കൻ മൂവ് വിത്ത് ദ നെക്സ്റ്റ് വൺ. നമ്പർ 13. Simple question. You can do it. Come on, quick. A particle has the position vector r is equal to, and to the linear momentum, what is the angular momentum? And keep in mind the concept as angular momentum is the linear momentum into perpendicular separation as r cross p, r cross p, the cross product. How we can find it? Yes, നമ്മുടെ determinant mathematical aspects എടുക്കുക. നമ്മുടെ ijk, that is a concept. Then the vectors are as come on, r എന്ന് പറയുന്നത് i minus 2j plus k ആണ്. അപ്പൊ നമുക്ക് അതിന്റെ കോഎഫിഷ്യൻസ് എഴുതുമ്പോൾ i യുടേത് 1, j യുടേത് -2, k യുടേത് 1, and the linear momentum, come on, 2, the -1 and 1. പെട്ടെന്ന് ചെയ്യാൻ ശ്രമിച്ചേ. That is equal to i into, come on, -2 into 1, -2 minus 1 into 1, -1 minus j into, come on, 1 into 1, 1 minus 2 plus k into, come on, -1 minus 4. So that is equal to -2 plus 1 minus I plus j -1 plus 4. So plus 3k. So what is the answer? Come on, keep. Very good. കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് പ്രസൻസ് ഓഫ് മൈൻഡോട് കൂടി. അതുകൊണ്ട് തന്നെ നല്ല കോൺഫിഡൻസോടെ മുന്നോട്ട് പോവാം. അത് നല്ല രൂപത്തിൽ നിങ്ങളെ സഹായിക്കും. ഈശ്വരൻ അനുഗ്രഹിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഈ നാളുകളിൽ ഞാനും നിങ്ങളോടൊപ്പം മസ്റ്റായിട്ടും ഒരു സഹകരണം പ്രതീക്ഷിക്കുന്നു. പ്ലീസ് ഷെയർ ദിസ് ഇൻഫർമേഷൻ ടു യുവർ ഫ്രണ്ട്സ്. ഇറ്റ് വിൽ റിയലി ഹെൽപ്ഫുൾ ഫോർ യു. എ ഗുഡ് ക്വസ്റ്റ്യൻ ഈസ് writing. The stream of a river is flowing with a speed of 2 km/h. A swimmer can swim at a speed of 4 km/h. What should be the direction of the swimmer with respect to the flow of the river to cross the river straight? നമ്മുടെ മനസ്സിലേക്ക് ഓർത്തിരിക്കേണ്ട ഒരു സ്പെഷ്യൽ കേസ് ആണ്. നമുക്ക് ഒരു റിവർ എങ്ങനെ ഫ്ലോ ചെയ്യുന്നു എന്നിരിക്കട്ടെ. അവന്റെ വെലോസിറ്റി എന്ന് പറയുന്നത് vr ആയിരിക്കട്ടെ. ഏത് പ്ലേസിലും അങ്ങനെ കൺസിഡർ ചെയ്യാം. നമുക്കറിയാം, സപ്പോസ് അവൻ ഇവിടെ നിന്ന് ഈ പോയിന്റിൽ എത്തണമെന്നിരിക്കട്ടെ. അപ്പോൾ പല രൂപത്തിൽ മൂവ് ചെയ്യാം. ഇങ്ങനെ ഒരു മൂവ്മെന്റ് ആണ് ഇയാൾ നടത്തുന്നതെങ്കിൽ ദ റിവർ വെലോസിറ്റി ഇങ്ങനെ ഉള്ളത് കൊണ്ട്, റിസൾട്ടന്റ് ഇങ്ങനെ പോകുന്നത് കൊണ്ട് ഒരു കാരണവശാലും അദ്ദേഹം ബിയിൽ എത്തത്തില്ല. അപ്പൊ അതുകൊണ്ട് ഉറപ്പായിട്ടും ആ സ്വിമ്മർ ജസ്റ്റ് ഓപ്പോസിറ്റ് എത്തണമെങ്കിൽ എപ്പോഴും ഈ ഡയറക്ഷനിൽ മാത്രമേ മൂവ് ചെയ്യാൻ പാടുള്ളൂ. സോ vm ഇങ്ങനെ ആക്ട് ചെയ്യും. അതിനെ പല തരത്തിൽ നമുക്ക് പറയാം. പെർപെൻഡിക്കുലറിൽ നിന്ന് അറ്റ് ആൻ ആംഗിൾ തീറ്റ ആയിട്ട് നമുക്ക് പറയാം. അതല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യനിൽ പറയുന്ന മാതിരി ഡയറക്ഷൻ ഓഫ് സ്വിമ്മർ വിത്ത് റെസ്പെക്ട് ടു ദ ഫ്ലോ ഓഫ് ദ റിവർ എന്ന് പറയുമ്പോൾ ഫ്ലോ ഇങ്ങനെയല്ലേ, അതിനെ ബേസ് ചെയ്ത് പറയുമ്പോൾ 90 പ്ലസ് തീറ്റ എന്ന് നമുക്ക് പറയാൻ പറ്റും. ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഇവിടെ ചെയ്യുന്നത് വളരെ എളുപ്പമുള്ള പരിപാടിയാണ്. നമ്മുടെ ഈ vm-നെ ഉണ്ടല്ലോ, നമ്മുടെ റെക്ടാങ്കുലർ സ്പ്ലിറ്റിങ് കാരണം 2 കമ്പോണന്റുകളായിട്ട് ഇതിനെ മുറിക്കുക. അപ്പോൾ ഇത് ഈ കമ്പോണന്റ്, അപ്പോ ഇത് തീറ്റയോട് ചേർന്നത് എപ്പോഴും എന്തായിരിക്കും? vm cos തീറ്റ ആയിരിക്കും. ഓപ്പോസിറ്റ് ആയിട്ട് എന്തുണ്ടാവും? vm sin തീറ്റ. എന്താണെന്നറിയോ സംഭവിക്കുന്നത്? ഇവൻ ഈ ഒരു മൂവ്മെന്റ് നടത്തുമ്പോൾ റിവർ കൊടുക്കുന്ന റെസിസ്റ്റൻസിനെ തടസ്സം ചെയ്യാൻ, അവനെ ഇല്ലാതാക്കാൻ vm sin തീറ്റ ഉപയോഗിക്കും. അപ്പൊ എക്സാക്ട്ലി അവൻ എവിടെ എത്തും? ബിയിലെത്തും.
നമുക്ക് പറയാൻ പറ്റുന്ന കൺസെപ്റ്റ് ഇതാണ്. വി എം സൈൻ തീറ്റ എന്ന് പറയുന്നത് എക്സാക്ട്ലി ഈക്വൽ ടു ദാറ്റ് റീജിയൻ വെലോസിറ്റി. ഇതാണ് നമുക്ക് അവിടെ ഉപയോഗിക്കാൻ പറ്റുന്ന കൺസെപ്റ്റ്. എളുപ്പമായി ആൻസർ ആയി കഴിഞ്ഞു. സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു വി ആർ ഡിവിഷൻ ബൈ വി എം. The river velocity is given as 2 km/h by 4, 1 by 2. That theta is nothing but equal to 30 degree. But here the question is to find the direction with respect to the flow of the river. So that must be 90 plus 30 degree. That is equal to 120. And we get the answer as good. Yes, that is C. So we can move with the next one, number 50. പ്രൊജക്റ്റൈലിന്റെ എല്ലാ റിലേഷൻസും കൃത്യതയോടെ നോക്കുക. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരെ പ്രിലിമിനറി ആയിട്ട് ഹൊറിസോണ്ടൽ വെലോസിറ്റി എങ്ങനെ വ്യത്യാസപ്പെടുന്നു, അല്ലെങ്കിൽ വെർട്ടിക്കൽ വെലോസിറ്റി എങ്ങനെ വ്യത്യാസപ്പെടുന്നു, ഇത് വരെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഫ്രീക്വന്റ് ആയിട്ട് ചോദിക്കുകയാണ്. നോക്കാം. The maximum height of a projectile h is given as is equal to half of its range. If the velocity of projection is u, its range on the horizontal, the range we can write to be is equal to u square sine 2 theta division by g. We can easily write to be u square by g into sine 2 theta, 2 sine theta cos theta. ഇവിടെ ഒരു ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. h is equal to r. h എന്ന് പറയുമ്പോൾ എന്താണാവോ? u square sine square theta division by 2g equal to 1 by 2. മറന്നു പോകരുത്. റേഞ്ച് u square വീണ്ടും 2 sine theta cos theta that division by g. പെട്ടെന്ന് ചെയ്യാൻ ശ്രമിച്ചേ. yes, 2 cancel, u square cancel, ഒരു sine theta cancel. So sine theta take the value as is equal to 2 cos theta. That means sine theta by cos theta, it takes the value as a tan theta equal to 2. അതൊരു വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട് ആകട്ടെ, എപ്പോഴും ശ്രദ്ധിച്ചാണ്. ടാൻ തീറ്റ എന്ന് പറയുമ്പോൾ നമ്മുടെ റൈറ്റ് ആംഗിളിന്റെ കൺസെപ്റ്റില് ആ തീറ്റ എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് ഡിവിഷൻ ബൈ അഡ്ജസന്റ് അല്ലേ. അപ്പൊ അതിന്റെ ഹൈപ്പോട്ടനസ് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിച്ചൂടെ. 2 square plus 1 square അല്ലേ, 4 plus 1, അപ്പൊ √5 ആയിട്ട് കിട്ടി അല്ലേ. അങ്ങനെ എഴുതിയാൽ എന്താ പ്രയോജനം? സൈൻ തീറ്റ അറിയാമെങ്കിൽ നമുക്ക് ടാൻ തീറ്റ അറിയാമെങ്കിൽ ഇനി ടാൻ തീറ്റ സൈൻ തീറ്റ കണ്ടുപിടിച്ചൂടെ. വാട്ട് ഈസ് ദാറ്റ്? 2/√5. എങ്കിൽ കോസ് തീറ്റ എങ്ങനെ കണ്ടുപിടിക്കാം? സിമ്പിൾ ആയിട്ട് 1/√5. So we can write to be as is equal to as a u square by g into 2 into that the sine theta is a 2 division by √5 into cos theta is 1/√5. So that is equal to as a 4 division by 5 u square by g. Exactly, the answer is E. That is good. Very good. So that is the aspect for നമ്മൾ പ്രൊജക്റ്റൈൽ മോഷനിൽ വളരെ ഈസി ക്വസ്റ്റ്യൻസ് ആണ് കഴിഞ്ഞ വർഷങ്ങളുടെ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യുമ്പോൾ കണ്ടിട്ടുള്ളത്. അത് വളരെ കൃത്യതയോടെ യൂസ് ചെയ്യുക കേട്ടോ. സിമ്പിൾ ക്വസ്റ്റ്യൻ ഈസ് വെയിറ്റിംഗ്. നമ്മുടെ 2 ഡയമെൻഷണൽ മോഷനിൽ സർക്കുലർ മോഷൻ ഇത് എപ്പോഴും ഓർക്കണം. ആ സർക്കുലർ മോഷൻ ആന്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ അതിന്റെ ആക്സിസിൽ വരുന്ന ടേമുകളാണ് ആംഗുലർ ഡിസ്പ്ലേസ്മെന്റും ആംഗുലർ വെലോസിറ്റിയും ആംഗുലർ ആക്സിലറേഷനും ഒക്കെ. പക്ഷെ ടാൻജൻഷ്യലി ആക്ട് ചെയ്യുന്നതാണ് നമ്മുടെ ലീനിയർ വെലോസിറ്റിയും ഡിസ്പ്ലേസ്മെന്റും ടാൻജൻഷ്യൽ ആക്സിലറേഷനും ഒക്കെ. പക്ഷെ സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ എന്ന് പറയുന്നത് along the radius towards the center ആണ്. ഇവിടെ പറയുന്നത് if a body moves in circular path contains a constant speed of 10 meter per second, then which of the following correctly describe the relation between acceleration and the radius? എപ്പോഴും ഓർക്കുക, സിമ്പിൾ ആയിട്ട് നമുക്ക് പല റിലേഷൻസ് യൂസ് ചെയ്യാം. v²/r എടുക്കുക, അല്ലെങ്കിൽ r⍵² എടുക്കുക. പക്ഷെ ഇവിടെ പറയുന്നത് കോൺസ്റ്റന്റ് സ്പീഡ് എന്നാണ്. അപ്പൊ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ a proportional to 1/r ആയിട്ട് പറയാം. Can you predict the answer? Come on, kid. Very good. Yes, exactly. You're right. Good. Yes, C as the choice. So we can move into the question number 70. A good question is waiting.
A particle is moving along a circular path with a constant speed of 10 meters per second. What is the magnitude of the change in velocity when it moves through an angle of 60 degree? Well, magnitude എന്ന് പറയുന്നത് v1 v2 നും സമമാണ്. പക്ഷെ അത് 60 ഡിഗ്രി മാറുമ്പോൾ ചേഞ്ച് ഇൻ വെലോസിറ്റി എന്താ? ഈ ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇന്ന് നമുക്ക് വെക്ടർ കൺസെപ്റ്റിൽ ഇങ്ങനെ എഴുതാം അല്ലെ? അതിന്റെ മാഗ്നിറ്റ്യൂഡ് നമുക്ക് സിമ്പിൾ ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് v1 സ്ക്വയർ പ്ലസ് v2 സ്ക്വയർ minus 2v1 v2 cos theta. So that is the very important one. So we can say that is equal to root of v square plus v square minus 2v square cos 60. Take the value as 1 by 2. So that is equal to root of, come on, we get the value as root v square and we get the value as v. That is equal to 10 meter per second. So we get the answer as B choice. So കുഞ്ഞുങ്ങളെ ഐ ആം ഒത്തിരി ഹാപ്പിയാണ്, കാരണം നിങ്ങൾ എന്നെ ഒത്തിരി സഹായിച്ചു. വളരെ കാര്യമായിട്ട് 17ാമത്തെ ക്വസ്റ്റ്യൻ വരെ നിങ്ങളുടെ പ്രസൻസ് ഉണ്ടായിരുന്നു. ഒത്തിരി സന്തോഷം. കുഞ്ഞുങ്ങളെ പ്ലീസ് ഷെയർ ദിസ് ഇൻഫർമേഷൻ ടു യുവർ ഫ്രണ്ട്സ്. നാളെ കറക്റ്റ് 6:30 മുന്നേ തന്നെ ലോഗിൻ ചെയ്യുവാനും ലോസ് ഓഫ് മോഷൻ ബേസ് ചെയ്തിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസും വർക്ക് പവർ എനർജിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. So please share this channel to every students, those who are approaching for our Keam entrance examination. Best wishes for everybody. Take care. God bless you. Thank you.